ദ സീക്രട്ട് അഥവാ രഹസ്യം. ജീവിതത്തിൽ എന്തുകൊണ്ടാണ് ചിലർ മാത്രം വിജയിക്കുന്നത്? എത്രയ്ക്ക് ബുദ്ധിപരമായി നീങ്ങിയാലും കഠിനാധ്വാനം ചെയ്താലും ഭൂരിപക്ഷം ആളുകളും പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ട്? വിജയിക്കുന്നവർ വീണ്ടും വീണ്ടും വിജയിക്കുന്ന കാഴ്ചകൾ നാം കാണാറുണ്ട്. അതുപോലെ തന്നെയാണ് പരാജയപ്പെട്ടവർ വീണ്ടും വീണ്ടും പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് വീണുപോകുന്ന കാഴ്ചകളും സർവ്വസാധാരണമാണ്. എന്തുകൊണ്ട്? ഇതിന് പരിഹാരമില്ലേ? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് റോണ്ട ബ്രൈൻ എഴുതിയ ദ സീക്രട്ട് എന്ന പുസ്തകം. മോട്ടിവേഷൻ രംഗത്ത് ഒരു വലിയ ചലനം സൃഷ്ടിച്ചുകൊണ്ട് അതുവരെ ഉണ്ടായിരുന്ന എല്ലാ ധാരണകളെയും ഇളക്കി മറിച്ചുകൊണ്ട് മനുഷ്യന്റെ ചിന്താധാരകളിൽ ഒരു വലിയ മാറ്റം കൊണ്ടുവന്ന പുസ്തകമാണ് ദ സീക്രട്ട്. ഒരു തരത്തിൽ പറഞ്ഞാൽ ദ സീക്രട്ട് പുതുതായി ഒന്നും കൊണ്ടുവരുന്നില്ല. നമ്മുടെ വേദഗ്രന്ഥങ്ങളും മഹാന്മാരായ ചിന്തകരും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അവയിൽ മനുഷ്യൻ മറന്നുപോയ ചില കാര്യങ്ങൾ, പലരും രഹസ്യമാക്കി വച്ചിട്ടുള്ള ചില കാര്യങ്ങൾ, എവിടെയൊക്കെയോ നഷ്ടപ്പെട്ടു പോയ ചില കാര്യങ്ങൾ ഒക്കെ ഗവേഷണം ചെയ്ത് അവതരിപ്പിക്കുകയാണ് റോണ്ട ബ്രൈൻ. ദ സീക്രട്ട് അഥവാ രഹസ്യം എന്താണെന്ന് റോണ്ട ബ്രൈൻ പുസ്തകത്തിന്റെ ആമുഖത്തിൽ പറയുന്നത് കേൾക്കുക. 1 വർഷം മുമ്പ് എൻ്റെ ജീവിതം എൻ്റെ മുന്നിൽ തന്നെ തകർന്നു വീഴുകയായിരുന്നു. ഞാൻ രാപ്പകൽ അധ്വാനിച്ച് തളർന്നു. എൻ്റെ അച്ഛൻ പെട്ടെന്ന് മരിച്ചു. സഹപ്രവർത്തകരോടും ബന്ധുക്കളോടുമുള്ള എൻ്റെ ബന്ധം താറുമാറായി. അന്ന് ഞാൻ അറിഞ്ഞില്ല എൻ്റെ ഏറ്റവും തീവ്രമായ പരാജയത്തിൽ നിന്നാണ് എൻ്റെ ഏറ്റവും വലിയ സൗഭാഗ്യം വരിക എന്നത്. ഒരു മഹാരഹസ്യത്തിൻ്റെ ക്ഷണിക ദർശനം എനിക്ക് ലഭിച്ചു. എൻ്റെ മകൾ ഹേലി എനിക്ക് തന്ന 100 വർഷം പഴക്കമുള്ള പുസ്തകത്തിലാണ് ഞാൻ ആ ക്ഷണപ്രഭ കണ്ടത്. ആ രഹസ്യത്തെ തേടി ഞാൻ ചരിത്രത്തിലൂടെ പുറകോട്ട് യാത്ര ചെയ്തു. ആ രഹസ്യം മനസ്സിലാക്കിയവർ ആരെല്ലാമെന്നറിഞ്ഞപ്പോൾ ഞാൻ അമ്പരന്നുപോയി. ചരിത്രം കണ്ട ഏറ്റവും മഹനീയ വ്യക്തിത്വങ്ങൾ: പ്ലാറ്റോ, ഷേക്സ്പിയർ, ന്യൂട്ടൺ, ഹ്യൂഗോ, ബീഥോവൻ, ലിങ്കൻ, എമേഴ്സൺ, എഡിസൺ, ഐൻസ്റ്റീൻ. വിശ്വാസം വരാതെ ഞാൻ സ്വയം ചോദിച്ചു, എന്തുകൊണ്ട് ഈ രഹസ്യം എല്ലാവരും അറിയുന്നില്ല? ഈ രഹസ്യം ലോകത്തെ മുഴുവൻ അറിയിക്കാനുള്ള അടങ്ങാത്ത അഭിവാഞ്ച എന്നെ കീഴടക്കി. ഇന്ന് ജീവിച്ചിരുന്നവരിൽ ഈ രഹസ്യമറിയുന്നവരെ കണ്ടെത്താനായി ഞാൻ അന്വേഷണം ആരംഭിച്ചു. ഓരോരുത്തരായി അവർ പ്രത്യക്ഷരായി. ഞാനൊരു കാന്തമായി മാറുകയായിരുന്നു. ഞാൻ എൻ്റെ അന്വേഷണം ആരംഭിച്ചപ്പോൾ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഗുരുനാഥർ എൻ്റെ അടുത്തേക്ക് തനിയെ വന്നു ചേർന്നു. ഒരു ഗുരുവിനെ ഞാൻ കണ്ടെത്തിയാൽ ആ ഗുരു എന്നെ മറ്റൊരാളിലേക്ക് നയിക്കും. ഒരു ശൃംഖലയായി അത് നീണ്ടുപോയി. എപ്പോഴെങ്കിലും എനിക്ക് വഴിതെറ്റിയാൽ മറ്റെന്തെങ്കിലും എൻ്റെ ശ്രദ്ധ തിരിക്കും. ആ വ്യതിയാനങ്ങളിലൂടെ ഞാൻ മറ്റൊരു ഗുരുവിനെ കണ്ടെത്തും. ഇന്റർനെറ്റിൽ തിരയവേ ഞാൻ അബദ്ധത്തിൽ തെറ്റായ ലിങ്കമർത്തിയാൽ അത് എന്നെ മറ്റൊരു നിർണായകമായ അറിവിലേക്ക് നയിക്കും. ഏതാനും ആഴ്ചകൾ കൊണ്ട് ആ രഹസ്യത്തിന്റെ പാതയിലൂടെ നൂറ്റാണ്ടുകൾ പുറകോട്ടുള്ള വസ്തുതകൾ കണ്ടെത്തി. അതോടൊപ്പം ഇപ്പോൾ ഈ രഹസ്യം പ്രായോഗികമാകുന്ന ആധുനിക കാല വ്യക്തിത്വങ്ങളെയും. ഈ ദർശനം ചലച്ചിത്ര രൂപത്തിൽ ലോകത്തെ കാണിക്കണമെന്ന് ഞാൻ മനസ്സിൽ നിശ്ചയിച്ചു. തുടർന്നുള്ള 2 മാസം കൊണ്ട് എന്നോടൊപ്പമുള്ള ടെലിവിഷൻ, സിനിമ പ്രൊഡക്ഷൻ ടീം അംഗങ്ങളെല്ലാം ഈ രഹസ്യം പഠിച്ചു. ടീം അംഗങ്ങളെല്ലാം ഈ രഹസ്യം മനസ്സിലാക്കണമെന്നത് അനിവാര്യമായിരുന്നു. കാരണം ആ അറിവില്ലാതെ ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിച്ച ഉദ്യമം അസാധ്യമായിരിക്കും. ചരിത്രത്തിലേക്കായി ഒരു ഗുരുവുമായും ഞങ്ങൾക്ക് ബന്ധമില്ലായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് ഈ രഹസ്യം അറിയാമല്ലോ. ആ വിശ്വാസത്തിന്റെ ബലത്തിൽ ഞാൻ ആസ്ട്രേലിയയിൽ നിന്ന് അമേരിക്കയിലേക്ക് പറന്നു. അവിടെയാണ് ഈ ഗുരുക്കന്മാരിൽ ഭൂരിഭാഗവും ഉള്ളത്. 7 ആഴ്ച കൊണ്ട് ഞങ്ങളുടെ സംഘം യുണൈറ്റഡ് സ്റ്റേറ്റിൽ അങ്ങോളം ഇങ്ങോളമുള്ള 55 ഗുരുനാഥരെ, ഏറ്റവും ഉന്നതരായ 55 ഗുരുനാഥരെ ചിത്രീകരിച്ചു. ഏതാണ്ട് 120 മണിക്കൂറിലധികം ദൈർഘ്യമുള്ള ഫിലിം. ഓരോ ചുവടിലും ഓരോ ശ്വാസത്തിലും രഹസ്യം നിർമ്മിക്കുവാനായി ഞങ്ങൾ ഈ രഹസ്യം പ്രയോജനപ്പെടുത്തി. അക്ഷരാർത്ഥത്തിൽ ഞങ്ങൾ എല്ലാറ്റിനെയും എല്ലാവരെയും ഞങ്ങളിലേക്ക് ആകർഷിക്കുകയായിരുന്നു. 8 മാസങ്ങൾക്ക് ശേഷം രഹസ്യം റിലീസ് ചെയ്തു. ഈ ചലച്ചിത്രം ലോകമെമ്പാടും തരംഗങ്ങൾ സൃഷ്ടിച്ച് മുന്നേറിക്കൊണ്ടിരിക്കെ പലയിടത്തു നിന്നും അത്ഭുതങ്ങൾ സംഭവിച്ചതിനെപ്പറ്റിയുള്ള വാർത്തകൾ വന്നു തുടങ്ങി. വിട്ടുമാറാത്ത വേദനയിൽ നിന്ന്, വിഷാദത്തിൽ നിന്ന്, മാറാരോഗങ്ങളിൽ നിന്ന് ഒക്കെ മുക്തി നേടിയ സംഭവങ്ങൾ പലരും എഴുതി. അപകടത്തിനു ശേഷം ആദ്യമായി നടന്നത്, മരണക്കിടക്കയിൽ നിന്ന് തിരിച്ചു വന്നത്, അങ്ങനെ പലതും. വൻതോതിൽ പണം, അവിചാരിതമായി തപാലിൽ വന്ന ചെക്കുകൾ എന്നിങ്ങനെ രഹസ്യം പ്രയോഗിച്ച് പലതും നേടിയതിന്റെ വിവരണങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചു. ഈ രഹസ്യം കൊണ്ട് ഒട്ടേറെ പേർ വലിയ നേട്ടങ്ങളുണ്ടാക്കി.
സ്വപ്ന ഭവനം, ജീവിത പങ്കാളി, ആഡംബര കാർ, ജോലി, പ്രമോഷൻ എന്നിങ്ങനെ പലതും. ഈ രഹസ്യം പ്രയോഗിച്ചത് മൂലം ദിവസങ്ങൾ കൊണ്ട് ബിസിനസ് വൻ വിജയമായി മാറിയ നിരവധി അനുഭവങ്ങൾ. കുട്ടികളുൾപ്പെടെ സംഘർഷത്തിലായിരുന്ന കുടുംബ ബന്ധങ്ങൾ സന്തോഷകരമായ സ്വരച്ചേർച്ചയിലെത്തിയ ഹൃദയഹാരിയായ കഥകളും വന്നു. ഞങ്ങൾക്ക് ലഭിച്ച വാർത്തകളിൽ അതിവിശിഷ്ടമായ ചിലത് കുട്ടികൾ ഈ രഹസ്യം പ്രയോഗിച്ച് ഉയർന്ന മാർക്കുകളും പ്രിയപ്പെട്ട സൗഹൃദങ്ങളും നേടിയെടുത്ത കഥകളാണ്. ഇതെല്ലാം തന്നെ ഈ ചലച്ചിത്രം റിലീസ് ചെയ്ത് മാസങ്ങൾക്കുള്ളിൽ സംഭവിച്ചതാണ്. ഈ രഹസ്യം സൃഷ്ടിക്കുന്നതിലൂടെ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഇപ്പോഴുമുള്ള ഉദ്ദേശം ഇത് ലോകത്താകമാനം കോടാനുകോടി ജനങ്ങൾക്ക് സന്തോഷം പകർന്നു കൊടുക്കണം എന്നതാണ്. ആ ആഗ്രഹത്തിൻ്റെ സാക്ഷാത്കാരം ഞങ്ങളുടെ സംഘം ഇപ്പോൾ ഓരോ ദിവസവും അനുഭവിക്കുകയാണ്. ദിനം തോറും ആയിരക്കണക്കിന് കത്തുകൾ ഞങ്ങൾക്ക് ലഭിക്കുന്നു. ലോകത്തിന്റെ എല്ലാ കോണിൽ നിന്നും ഈ രഹസ്യത്തിലൂടെ ലഭിച്ച ആനന്ദത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് പല പ്രായത്തിൽ, പല വംശീയതകളിൽ, പല രാഷ്ട്രങ്ങളിൽ നിന്നുള്ളവർ അയച്ച കത്തുകൾ. ഈ അറിവ് കൊണ്ട് നിങ്ങൾക്ക് നേടാൻ പറ്റാത്തതായി ഒന്നും തന്നെയില്ല. നിങ്ങൾ ആരാണ്, എവിടെയാണ് എന്നതൊന്നും പ്രശ്നമല്ല. ഈ രഹസ്യം നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നേടിത്തരും. ഈ പുസ്തകത്തിൽ 24 വിശിഷ്ട ഗുരുക്കന്മാരെ അവതരിപ്പിക്കുന്നുണ്ട്. അമേരിക്കയിൽ അങ്ങോളം ഇങ്ങോളം പോയി പല സമയത്താണ് അവരുടെ വാക്കുകൾ ഞങ്ങൾ ചിത്രീകരിച്ചത്. എങ്കിലും അവരെല്ലാം ഒരേ സ്വരത്തിലാണ് പറയുന്നത്. ഈ പുസ്തകത്തിൽ ഈ രഹസ്യം പറഞ്ഞു തന്ന ഗുരുക്കന്മാരുടെ വാക്കുകളുണ്ട്. അതോടൊപ്പം ഈ രഹസ്യം പ്രയോഗിക്കപ്പെട്ടതിൻ്റെ വിസ്മയിപ്പിക്കുന്ന കഥകളും. നിങ്ങൾക്ക് നിങ്ങൾ സ്വപ്നം കാണുന്ന ജീവിതം പ്രാപ്യമാക്കാൻ വേണ്ടി എനിക്കറിയാവുന്ന എല്ലാ കുറുക്കുവഴികളും ചെറുവിദ്യകളും ഈ പുസ്തകത്തിലൂടെ പങ്കുവയ്ക്കുന്നു. ഇതിലെ ഒന്നാമത്തെ ആകർഷണ നിയമം എന്താണെന്ന് നോക്കാം. ഒരേപോലുള്ളവ പരസ്പരം ആകർഷിക്കും. ജോൺ അസറഫ്. ആകർഷണ നിയമത്തെ വളരെ ലളിതമായ രീതിയിൽ ഞാൻ കാണുന്നതിങ്ങനെയാണ്. ഞാൻ സ്വയം ഒരു കാന്തമാണെന്ന് സങ്കല്പിക്കുന്നു. അപ്പോൾ മറ്റൊരു കാന്തം എന്നിലേക്ക് ആകർഷിക്കപ്പെടും എന്നെനിക്കറിയാം. നിങ്ങളാണ് ഈ ലോകത്തെ ഏറ്റവും ശക്തിയേറിയ കാന്തം. ഈ ലോകത്തെ മറ്റെന്തിനേക്കാളും ശക്തിയേറിയ കാന്തിക പ്രഭാവം നിങ്ങളിലുണ്ട്. അളക്കാനാവാത്ത ഈ കാന്തിക ശക്തി നിങ്ങളുടെ ചിന്തകളിലൂടെയാണ് വികിരണം ചെയ്യപ്പെടുന്നത്. ബോബ് ഡോയിൽ, എഴുത്തുകാരൻ, ആകർഷണ നിയമ വിദഗ്ധൻ. അടിസ്ഥാനപരമായി ആകർഷണ നിയമം പറയുന്നത് സമാനമായവ തമ്മിൽ ആകർഷിക്കുമെന്നാണ്. പക്ഷേ നമ്മളിപ്പോൾ സംസാരിക്കുന്നത് ചിന്തയുടെ തലത്തിലാണ്. സമാനമായവ തമ്മിൽ ആകർഷിക്കുമെന്ന് ആകർഷണ നിയമം പറയുന്നു. അതിനാൽ നിങ്ങൾ മനസ്സിൽ എന്തെങ്കിലും ചിന്തിക്കുമ്പോൾ നിങ്ങൾ സമാനമായ ചിന്തകളെ നിങ്ങളിലേക്ക് ആകർഷിക്കുകയും ചെയ്യുന്നുണ്ട്. നിങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചിരിക്കാൻ സാധ്യതയുള്ള ആകർഷണ നിയമത്തിന്റെ പ്രവർത്തനത്തിന്റെ കുറേ ഉദാഹരണങ്ങൾ പറയാം. നിങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെടാത്ത ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. ചിന്തിക്കുന്തോറും അത് കൂടുതൽ മോശമായി തോന്നും. അതിന് കാരണം കുറച്ചുനേരം നിങ്ങൾ ഒരു കാര്യം തന്നെ ചിന്തിച്ചു കൊണ്ടിരുന്നാൽ ആകർഷണ നിയമം ഉടൻ തന്നെ സമാനമായ കുറേ ചിന്തകൾ കൂടി നിങ്ങൾക്ക് തരും. നിമിഷങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ മനസ്സ് സമാനമായ അസുഖ ചിന്തകൾ കൊണ്ട് നിറയും. സാഹചര്യം കൂടുതൽ വഷളാകും. കൂടുതൽ അതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ നിങ്ങൾ കൂടുതൽ അസ്വസ്ഥനാവും. സമാന ചിന്തകൾ ആകർഷിക്കപ്പെടുന്നത് ചില പാട്ടുകൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടാകും. ആ ഗാനം നിങ്ങളെ വിട്ടുപോവാതെ നിലനിൽക്കുന്നത് പോലെ തോന്നും. അത് വീണ്ടും വീണ്ടും നിങ്ങളുടെ മനസ്സിൽ ആവർത്തിക്കും. ആ പാട്ട് കേട്ടപ്പോൾ നിങ്ങളറിയാതെ തന്നെ നിങ്ങളുടെ മനസ്സ് പൂർണ്ണമായും അതിൽ മുഴുകി. ആ ഗാനം ചിന്തയുടെ കേന്ദ്രമായി. അപ്പോൾ ആ ഗാനത്തെക്കുറിച്ചുള്ള സമാനമായ ചിന്തകളെ നിങ്ങൾ ശക്തമായി ആകർഷിക്കുകയായിരുന്നു. അതനുസരിച്ച് ആകർഷണ നിയമം പ്രവർത്തിച്ച് ആ ഗാനത്തെക്കുറിച്ചുള്ള കൂടുതൽ ചിന്തകൾ വീണ്ടും കൊണ്ടുവരും. ജോൺ അസറഫ്. മനുഷ്യരായ നമ്മുടെ ജോലി നമുക്കാവശ്യമുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ മനസ്സിൽ നിലനിർത്തുക എന്നതാണ്. എന്താണ് വേണ്ടത് എന്നതിനെക്കുറിച്ച് തികഞ്ഞ വ്യക്തത ഉണ്ടാവണം. അതിൽ നമ്മൾ ഏറ്റവും മഹത്തായ പ്രപഞ്ച നിയമങ്ങളിൽ ഒന്നിനെ, ആകർഷണ നിയമത്തെ ആവാഹിക്കാൻ തുടങ്ങുന്നു. നിങ്ങൾ എന്തിനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നുവോ നിങ്ങൾ അതായിത്തീരും. മാത്രമല്ല, നിങ്ങൾ എന്തിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നുവോ അതിനെ നിങ്ങൾ ആകർഷിക്കുകയും ചെയ്യും. ഇപ്പോഴത്തെ നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ കഴിഞ്ഞകാല ചിന്തകളുടെ പ്രതിഫലനമാണ്. അതിൽ മഹത്തായ കാര്യങ്ങളും അത്ര തന്നെ മഹത്വമില്ല എന്ന് നിങ്ങൾ കരുതുന്ന കാര്യങ്ങളും ഉൾപ്പെടും. നിങ്ങൾ എന്തിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നുവോ അതിനെ നിങ്ങൾ ആകർഷിക്കും എന്നുള്ളതുകൊണ്ട് ജീവിതത്തിലെ ഓരോ വിഷയത്തെക്കുറിച്ചും നിങ്ങളുടെ പ്രമുഖ ചിന്ത എന്തായിരുന്നു എന്നറിയാൻ പ്രയാസമില്ല. കാരണം അതുതന്നെയായിരിക്കും നിങ്ങൾ അനുഭവിച്ചത് ഇത്രയും കാലം. ഇപ്പോൾ നിങ്ങൾ രഹസ്യം പഠിക്കുകയാണ്. ഈ അറിവ് കൊണ്ട് നിങ്ങൾക്ക് എല്ലാം മാറ്റാൻ കഴിയും. ബോബ് പ്രോക്ടർ. നിങ്ങളത് മനസ്സിൽ കാണുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കയ്യിൽ വരികയും ചെയ്യും.
നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് എന്നതിനെക്കുറിച്ച് മനസ്സിൽ ചിന്തിക്കാൻ കഴിഞ്ഞാൽ, അതിനെ നിങ്ങളുടെ പ്രബല ചിന്തയാക്കാൻ കഴിഞ്ഞാൽ, നിങ്ങൾക്കത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയും. മൈക്ക് ഡൂളി, എഴുത്തുകാരൻ, അന്താരാഷ്ട്ര പ്രഭാഷകൻ. ഈ തത്വത്തെ നമുക്ക് 3 വാക്കുകളിൽ ചുരുക്കി പറയാം. ചിന്തകൾ വസ്തുതകളായി മാറും. അതിശയകരമായ ഈ നിയമത്തിലൂടെ നിങ്ങളുടെ ചിന്തകൾ നിങ്ങളുടെ ജീവിതത്തിലെ യഥാർത്ഥ വസ്തുക്കളായി മാറുന്നു. നിങ്ങളുടെ ചിന്തകൾ വസ്തുക്കളായി മാറുന്നു. ഇത് നിങ്ങൾ നിങ്ങളോട് തന്നെ പറയുക. അത് നിങ്ങളുടെ പ്രജ്ഞയിലും അവബോധത്തിലും അലിഞ്ഞു ചേരട്ടെ. നിങ്ങളുടെ ചിന്തകൾ വസ്തുക്കളാകുന്നു. ജോൺ അസറഫ്. ചിന്തകൾക്ക് ഒരു തരംഗ ദൈർഘ്യമുണ്ട് എന്നത് പലർക്കും മനസ്സിലാവാത്ത കാര്യമാണ്. ചിന്തകളെ നമുക്ക് അളക്കാൻ കഴിയും. നിങ്ങൾ ഒരു ചിന്ത മനസ്സിൽ വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരുന്നാൽ, ഒരു പുതുപുത്തൻ കാർ നിങ്ങൾ സ്വന്തമാക്കിയതായി, ആഗ്രഹിച്ചത്ര പണം കയ്യിലുള്ളതായി, നിങ്ങളുടെ സ്വപ്ന സ്ഥാപനം പടുത്തുയർത്തിയതായി, ജീവിത പങ്കാളിയെ കണ്ടെത്തിയതായി എല്ലാം നിങ്ങൾ മനസ്സിൽ സങ്കല്പിക്കുകയാണെങ്കിൽ നിങ്ങൾ സ്ഥിരമായി ഒരു തരംഗം പ്രസരിപ്പിക്കുകയാണ്. ഡോക്ടർ ജോ വിറ്റാലെ. ചിന്തകൾ ഒരു കാന്തിക പ്രഭാവം പ്രസരിപ്പിക്കുന്നു. അത് സമാന്തരമായവയെ നിങ്ങളിലേക്ക് അടുപ്പിക്കുന്നു. പ്രബലമായ ചിന്ത അല്ലെങ്കിൽ മാനസിക നിലപാടാണ് കാന്തം. സമാനമായവ തമ്മിൽ ആകർഷിക്കും എന്നാണ് നിയമം. തൽഫലമായി മാനസിക നിലപാട് അനിവാര്യമായും അതിൻ്റെ സ്വഭാവത്തോട് പൊരുത്തപ്പെടുന്ന സാഹചര്യങ്ങളെ ആകർഷിക്കും. ചാൾസ് ഹാനയിൽ. ചിന്തകൾക്ക് കാന്തിക ശക്തിയുണ്ട്. ചിന്തകൾക്ക് ഒരു തരംഗ ദൈർഘ്യമുണ്ട്. നിങ്ങൾ ചിന്തിക്കുമ്പോൾ ആ ചിന്തകൾ പ്രപഞ്ചത്തിലേക്ക് പ്രക്ഷേപണം ചെയ്യപ്പെടുന്നു. അവ അതേ തരംഗ ദൈർഘ്യത്തിലുള്ള സമാനമായ കാര്യങ്ങളെ കാന്തിക ശക്തിയോടെ ആകർഷിക്കും. പുറത്തേക്ക് അയക്കുന്നതെല്ലാം ഉത്ഭവസ്ഥാനത്തേക്ക് തിരിച്ചു വരും. ഉത്ഭവസ്ഥാനം എന്നത് നിങ്ങളാണ്. നമുക്ക് ഇതിനെ ഈ രീതിയിൽ കാണാം. ഒരു ടെലിവിഷൻ സ്റ്റേഷനിലെ ടവർ ഒരു പ്രത്യേക തരംഗ ദൈർഘ്യത്തിൽ പ്രക്ഷേപണം ചെയ്യുന്നു. അത് നിങ്ങളുടെ ടെലിവിഷനിൽ ചിത്രങ്ങളായി പരിണമിക്കുന്നു. എങ്ങനെയാണിത് പ്രവർത്തിക്കുന്നതെന്ന് മിക്കവർക്കും അറിയില്ല. ഓരോ ചാനലിലും ഓരോ തരംഗ ദൈർഘ്യമുണ്ടെന്നും ആ തരംഗ ദൈർഘ്യത്തിലേക്ക് നമ്മൾ ട്യൂൺ ചെയ്താൽ ആ ചാനലിലെ ചിത്രങ്ങൾ നമ്മുടെ ടെലിവിഷനിൽ കാണാമെന്നും നമുക്കറിയാം. ചാനൽ മാറ്റിക്കൊണ്ട് നമ്മൾ തരംഗ ദൈർഘ്യം തിരഞ്ഞെടുക്കും. അപ്പോൾ നമുക്ക് ആ ചാനലിൽ പ്രക്ഷേപണം ചെയ്യുന്ന ചിത്രങ്ങൾ ലഭിക്കുന്നു. മറ്റൊരു ചിത്രമാണ് കാണേണ്ടതെങ്കിൽ നമുക്ക് ചാനൽ മാറ്റി മറ്റൊരു തരംഗ ദൈർഘ്യത്തിലേക്ക് ട്യൂൺ ചെയ്യാം. നിങ്ങൾ ഒരു മനുഷ്യ പ്രക്ഷേപണ ടവറാണ്. ഈ ഭൂമിയിൽ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള ഏത് ടെലിവിഷൻ ടവറിനേക്കാളും ശക്തി നിങ്ങൾക്കുണ്ട്. ഈ പ്രപഞ്ചത്തിലെ തന്നെ ഏറ്റവും ശക്തി കൂടിയ പ്രക്ഷേപണ ടവറാണ് നിങ്ങൾ. നിങ്ങളുടെ പ്രക്ഷേപണമാണ് നിങ്ങളുടെ ജീവിതത്തെ നിർമ്മിക്കുന്നതും ഈ ലോകം സൃഷ്ടിക്കുന്നതും. നിങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്ന തരംഗങ്ങൾ നഗരങ്ങൾ കടന്ന്, രാജ്യങ്ങൾ കടന്ന്, ലോകത്തെ തന്നെ കടന്നു പോകുന്നു. അത് ഈ പ്രപഞ്ചത്തിലാകെ പ്രതിധ്വനിക്കുന്നു. ആ തരംഗങ്ങളെ നിങ്ങൾ നിങ്ങളുടെ ചിന്തകളിലൂടെയാണ് പ്രക്ഷേപണം ചെയ്യുന്നത്. നിങ്ങളുടെ ഈ ചിന്തകൾ പ്രക്ഷേപണം ചെയ്യുന്നതിലൂടെ ലഭിക്കുന്ന ദൃശ്യങ്ങൾ നിങ്ങളുടെ ടെലിവിഷൻ സ്ക്രീനിലല്ല കാണുക. അവ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ദൃശ്യങ്ങളാണ്. നിങ്ങളുടെ ചിന്തകൾ തരംഗങ്ങൾ സൃഷ്ടിക്കുന്നു. അവ അതേ തരംഗ ദൈർഘ്യത്തിലുള്ള സമാനമായവയെ ആകർഷിക്കുന്നു. അവ നിങ്ങളുടെ ജീവിതത്തിലെ ദൃശ്യങ്ങളായി തിരികെ പ്രക്ഷേപണം ചെയ്യപ്പെടുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചിന്തകളിൽ മാറ്റം വരുത്തിക്കൊണ്ട് പ്രക്ഷേപണത്തിന്റെ ചാനൽ മാറ്റുക, തരംഗ ദൈർഘ്യം മാറ്റുക. മാനസിക ശക്തിയുടെ സ്പന്ദനങ്ങളാണ് ഏറ്റവും ശ്രേഷ്ഠം. അതുകൊണ്ട് തന്നെ അവ ലോകത്തിലെ ഏറ്റവും ശക്തമായ സ്പന്ദനങ്ങളാണെന്ന് ചാൾസ് ഹാനയിൽ പറഞ്ഞു വയ്ക്കുന്നു. ബോബ് പ്രോക്ടർ. നിങ്ങൾ സമൃദ്ധിയിൽ ജീവിക്കുന്നതായി സങ്കല്പിക്കുക. അപ്പോൾ സമൃദ്ധിയെ നിങ്ങൾ ആകർഷിക്കും. എപ്പോഴും ആർക്കും ഇത് സാധ്യമാകും. നിങ്ങൾ സമ്പൽ സമൃദ്ധിയിൽ ജീവിക്കുന്നതായി സ്വയം സങ്കല്പിക്കുമ്പോൾ ആകർഷണ നിയമത്തിലൂടെ നിങ്ങൾ ബോധപൂർവം നിങ്ങളുടെ ജീവിതം രൂപപ്പെടുത്തുകയാണ്. ഇത് വളരെ എളുപ്പമാണ്. അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം ഉയർന്നു വരും. എന്തുകൊണ്ട് എല്ലാവർക്കും അവർ സ്വപ്നം കാണുന്ന ജീവിതം നേടാൻ കഴിയുന്നില്ല എന്നത്. തിന്മയ്ക്കു പകരം നന്മയെ ആകർഷിക്കുക. ജോൺ അസറഫ്. ഇവിടെയാണ് പ്രശ്നം. മിക്കവാറും ആളുകൾ ചിന്തിക്കുന്നത് അവർക്ക് വേണ്ട എന്നാഗ്രഹിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ്. എന്നിട്ട് എന്തുകൊണ്ടാണ് അവ വീണ്ടും വീണ്ടും സംഭവിക്കുന്നത് എന്ന് അവർ അത്ഭുതപ്പെടും. ആളുകൾക്ക് അവർ വേണമെന്നാഗ്രഹിക്കുന്ന കാര്യങ്ങൾ ലഭിക്കാത്തതിൻ്റെ ഒരേ ഒരു കാരണം അവർ വേണമെന്നാഗ്രഹിക്കുന്ന കാര്യങ്ങളെക്കാൾ വേണ്ട എന്നാഗ്രഹിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് കൂടുതൽ ചിന്തിക്കുന്നത് എന്നതാണ്. നിങ്ങളുടെ ചിന്തകളെ ശ്രദ്ധിക്കുക. നിങ്ങൾ പറയുന്ന വാക്കുകളെ ശ്രദ്ധിക്കുക. ഈ നിയമം പരിപൂർണവും കുറ്റമറ്റതുമാണ്. ഒരിക്കലും പിഴയ്ക്കില്ല. എല്ലാ ആളുകളും ആഗ്രഹിക്കുന്നത് തനിക്ക് നന്മ ഉണ്ടാകണം എന്നാണ്. എന്നാൽ പലപ്പോഴും തിരിച്ചാണ് സംഭവിക്കുന്നത്. എന്താണ് അതിന് കാരണമെന്ന് പരിശോധിക്കുകയാണ് ഇവിടെ.
എൻ്റെ രോഗം മാറ്റണേ എന്നൊരാൾ ചിന്തിക്കുമ്പോൾ അവിടെ രോഗമാണ് പ്രത്യേക വസ്തുവായി മുന്നിൽ നിൽക്കുന്നത്. എൻ്റെ ദാരിദ്ര്യം മാറണമെന്നൊരാൾ ചിന്തിക്കുമ്പോൾ അവിടെ ദാരിദ്ര്യമാണ് മുന്നിൽ നിൽക്കുന്നത്. ഇങ്ങനെ നെഗറ്റീവായ കാര്യങ്ങൾ മാറണം എന്നൊരാൾ ആഗ്രഹിക്കുമ്പോൾ നെഗറ്റീവായ കാര്യങ്ങൾ കൂടുതൽ നമ്മളിൽ നിന്നും പ്രകൃതിയിലേക്ക് സംപ്രേഷണം ചെയ്യുന്നു. പ്രകൃതി തിരിച്ച് നമുക്ക് അതുതന്നെ നൽകുന്നു. അതിനു പകരം ഇനി പറയുന്ന കാര്യങ്ങൾ ചിന്തിക്കണമെന്നാണ് ദ സീക്രട്ട് എന്ന പുസ്തകത്തിൽ പറയുന്നത്. എനിക്ക് സുഖമുണ്ടാകണേ, എനിക്ക് സമ്പത്തുണ്ടാകണേ, എനിക്ക് നന്മയുണ്ടാകണേ. ഇങ്ങനെ പൂർണ്ണമായി നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുക. നിങ്ങൾ എന്തിനെക്കുറിച്ച് പറയുന്നുവോ അതിനെ സാക്ഷാത്കരിക്കുന്നു. അതുകൊണ്ട് അത് വീണ്ടും വീണ്ടും സംഭവിക്കുന്നു. ആകർഷണ നിയമത്തിന് വേണം എന്ന ആഗ്രഹം അല്ലെങ്കിൽ വേണ്ട എന്ന ആഗ്രഹം എന്ന വിവേചനമില്ല. നിങ്ങൾ ഏതിലെങ്കിലും മനസ്സ് കേന്ദ്രീകരിക്കുമ്പോൾ അത് എന്തുതന്നെയാകട്ടെ അതിനെ നിങ്ങൾ സാക്ഷാത്കരിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ വേണമെന്നാഗ്രഹിക്കുന്ന ഒന്നിൽ മനസ്സ് കേന്ദ്രീകരിക്കുമ്പോൾ ആ ശ്രദ്ധ മനസ്സിൽ നിലനിർത്തുമ്പോൾ ആ നിമിഷത്തിൽ പ്രപഞ്ചത്തിലെ ഏറ്റവും വിശിഷ്ടമായ ശക്തി കൊണ്ട് നിങ്ങൾ അതിനെ വിളിച്ചു വരുത്തുകയാണ്. അരുത്, വേണ്ട, ഇല്ല എന്നുള്ളതുപോലെയുള്ള നിഷേധാത്മകമായ വാക്കുകൾ ആകർഷണ നിയമം കണക്കിലെടുക്കുകയില്ല. നിഷേധാത്മകമായ വാക്കുകൾ നിങ്ങൾ സംസാരിക്കുമ്പോൾ ആകർഷണ നിയമം ഗ്രഹിച്ചെടുക്കുന്നത് ഇങ്ങനെയായിരിക്കും. എൻ്റെ ശത്രു നശിക്കണം എന്ന് ഒരാൾ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ശത്രു എന്ന വാക്കാണ് മുന്നിൽ നിൽക്കുന്നത്. അതുകൊണ്ട് വീണ്ടും വീണ്ടും ശത്രുക്കൾ വർദ്ധിച്ചു വരും. അതിനു പകരം എനിക്ക് മിത്രങ്ങൾ ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുക. അപ്പോൾ മിത്രങ്ങൾ എന്ന വാക്കിന് ആഭിമുഖ്യം ലഭിക്കുമ്പോൾ കാലക്രമേണ മിത്രങ്ങൾ വർദ്ധിക്കും. ഒരു ആൺകുട്ടി ബൈക്ക് വാങ്ങി. പലപ്പോഴും ഓവർ സ്പീഡിലായിരുന്നു അവൻ്റെ യാത്ര. ഇതിഷ്ടപ്പെടാതിരുന്ന അവൻ്റെ അമ്മാവൻ പലരോടും അവൻ ഏതെങ്കിലും ഒരു അപകടത്തിൽപ്പെടുമെന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. ഒരിക്കൽ അങ്ങനെ സംഭവിക്കുകയും ചെയ്തു. ആ കുട്ടി അപകടത്തിൽപ്പെട്ടു. അതും അമ്മാവൻ്റെ വീടിൻ്റെ മുന്നിൽ വെച്ച് തന്നെ. അപകടം പറ്റിയ അനന്തിരവനെ ആശുപത്രിയിൽ എത്തിക്കുന്നതിനു പകരം അയാൾ ഓടി നടന്ന് തൊട്ടടുത്ത വീടുകളിലെത്തി താൻ പറഞ്ഞതു തന്നെ സംഭവിച്ചു എന്ന് അറിയിച്ചുകൊണ്ടിരുന്നു. ഇങ്ങനെയാണ് ചിലരൊക്കെ. സംഭവിക്കാൻ പാടില്ലാത്തതാണെങ്കിലും അത് തങ്ങളുടെ സാമർഥ്യമായി കരുതി മറ്റുള്ളവരോട് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോഴും അപകടത്തിൽപ്പെട്ട അനന്തിരവന്മാർ നിരത്തിൽ ചോര വാർന്നു കിടക്കുകയായിരിക്കും. ചിന്തിക്കുന്നതും പറയുന്നതും യാഥാർത്ഥ്യമായി തീരും. അതിനാൽ പോസിറ്റീവായി മാത്രം ചിന്തിക്കുകയും പോസിറ്റീവ് വാക്കുകൾ പ്രയോഗിക്കുകയും ചെയ്യുക. നമ്മൾ സംസാരിക്കുമ്പോഴും ചിന്തിക്കുമ്പോഴും ഇനി പറയുന്ന വാക്കുകൾ എപ്പോഴും കൂടുതലായി ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ധനം, പണം, ഐശ്വര്യം, ആരോഗ്യം, സമ്പത്ത്, അധികാരം, മിത്രങ്ങൾ, ബന്ധുക്കൾ, സ്നേഹിതർ, ഉന്നതി, ഉദ്യോഗം, വളർച്ച. ഇതുപോലെ നിങ്ങൾക്ക് വേണ്ടതായ കാര്യങ്ങൾ എന്താണോ ആ വാക്കുകൾ കൂടുതലായി ജീവിതത്തിൽ ഉപയോഗിക്കുക. രോഗം, ദാരിദ്ര്യം, ദുഃഖം, ശത്രുക്കൾ, പരാജയം തുടങ്ങി നിങ്ങൾക്ക് എന്താണ് ആവശ്യമില്ലാത്തത് അത്തരം വാക്കുകൾ ഉപയോഗിക്കാതിരിക്കുകയും ചിന്തിക്കാതെ ഇരിക്കുകയും ചെയ്യുക. കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകുന്നതിനു വേണ്ടി ചില ഉദാഹരണങ്ങൾ കൂടി പറയാം. വാക്കുകളുടെ ശക്തി. ആദിയിൽ വചനമുണ്ടായി എന്നാണ് വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ പോലും പറയുന്നത്. വാക്കുകൾ ചിന്തകളായും ചിന്തകൾ പ്രവൃത്തികളായും രൂപാന്തരപ്പെടുന്നു. ഒരു ദിവസം നിങ്ങൾ കുറച്ചു വൈകിയാണ് ഓഫീസിലെത്തിയത് എന്ന് കരുതുക. തലേ ദിവസം പഴയ കോളേജ് മേറ്റ്സുമായി ക്ലബ്ബിൽ ഒത്തുകൂടി ഒരുപാട് വൈകിയാണ് വീട്ടിലെത്തിയത്. അതുകൊണ്ട് ഉണരാനും വൈകി. ഓഫീസിൽ താമസിച്ചെത്തുവാനുള്ള കാരണം ഇതാണ്. ലിഫ്റ്റ് കാത്തു നിൽക്കുമ്പോഴാണ് ഓഫീസിലുള്ള ഒരു സഹപ്രവർത്തകനെ കാണുന്നത്. എന്തുപറ്റി? ആകെ വല്ലാതിരിക്കുന്നല്ലോ, എന്താ വൈറൽ പനിയോ മറ്റോ ആണോ? അയാൾ ചോദിച്ചു. ഏയ്, അങ്ങനെയൊന്നുമില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ലിഫ്റ്റിൽ കയറി ഓഫീസ് ഫ്ലോറിലെത്തി. ഓഫീസ് രജിസ്റ്ററിൽ ഒപ്പിട്ടുകൊണ്ടിരിക്കുമ്പോൾ ഓഫീസ് ബോയ് ചോദിച്ചു, എന്താ സാർ, ജലദോഷമാണോ? ഏയ്, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ ക്യാബിൻ്റെ അടുത്തേക്ക് പോയി. നിങ്ങൾ ജോലി ചെയ്യുവാൻ ആരംഭിച്ചപ്പോൾ മറ്റൊരു സഹപ്രവർത്തകൻ അടുത്തേക്ക് വന്നുകൊണ്ട് നിങ്ങളോട് ചോദിച്ചു, സാറിന് സുഖമില്ലെന്ന് തോന്നുന്നല്ലോ, വീട്ടിൽ പോയി വിശ്രമിച്ചുകൂടെ? ഒരു ചെറിയ ജലദോഷം മാത്രമുണ്ടായിരുന്ന നിങ്ങളുടെ ശരീരം സാവധാനം ക്ഷീണിക്കുന്നതായും അവസാനം ഉച്ചയോടുകൂടി ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടതായും നിങ്ങൾക്ക് വന്നേക്കാം. ഇത്തരം അനുഭവങ്ങൾ നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ടാകാം. ഇതിനു കാരണം മറ്റുള്ളവരുടെ വാക്കുകൾ നമ്മെ സ്വാധീനിക്കുന്നു എന്നതാണ്. മറ്റുള്ളവരുടെ വാക്കുകൾ പോസിറ്റീവായും നെഗറ്റീവായും നമ്മെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളതിന് ഒരു ഉദാഹരണം കൂടി നൽകാം. ഒരു പൊതുസ്ഥലത്ത് വച്ച് ഒരാൾ നിങ്ങളെ കള്ളരെന്ന് വിളിക്കുകയാണ്. എന്തായിരിക്കും നിങ്ങളുടെ പ്രതികരണം? നിങ്ങൾ വളരെ സത്യസന്ധനായ ഒരാളാണ് എങ്കിൽ നിങ്ങൾ കള്ളനല്ല, മറിച്ച് സത്യസന്ധനാണെന്ന് നിങ്ങൾക്കറിയാം.
എങ്കിൽ പോലും അയാളുടെ വാക്കുകൾ അപമാനകരമായി നിങ്ങൾക്ക് തോന്നിയേക്കാം. അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് ദേഷ്യം വരാം. ഇതിനെക്കുറിച്ച് കൂടുതൽ ആലോചിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ഒരു വസ്തുതയുണ്ട്. ഇവ കേവലം വാക്കുകൾ മാത്രമാണ്, അല്ലാതെ യാഥാർത്ഥ്യമല്ല. എന്നിട്ടുമെന്തേ ആ വാക്കുകൾക്ക് നമ്മെ നെഗറ്റീവായി സ്വാധീനിക്കുവാൻ കഴിയുന്നു? ഇതിനു കാരണം നമ്മുടെ ഉപബോധ മനസ്സിന് ശരിയും തെറ്റും വേർതിരിച്ചറിയുവാൻ കഴിവില്ല എന്നതാണ്. ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും കേൾക്കുന്നതൊക്കെയും ഉപബോധ മനസ്സ് അപ്പാടെ സ്വീകരിക്കും. മറ്റൊരു ഉദാഹരണം കൂടി പറയുമ്പോൾ വാക്കുകളുടെ ശക്തി കുറെ കൂടി നിങ്ങൾക്ക് വ്യക്തമാകും. നിങ്ങളുടെ ജോലിയെ അഭിനന്ദിച്ചുകൊണ്ട് നിങ്ങളുടെ മേലധികാരി സംസാരിക്കുകയാണെങ്കിൽ മേലധികാരി പറയുന്നത് കപടമാണ് എന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ കൂടി നിങ്ങൾക്ക് സന്തോഷം തോന്നും, ആത്മവിശ്വാസം വർദ്ധിക്കും, ജോലി ചെയ്യുവാനുള്ള ഉത്സാഹവും കൂടും. ഇനി മറ്റൊരു ഉദാഹരണം. നിങ്ങൾ പാകം ചെയ്ത ഭക്ഷണം അത്ര നല്ലതൊന്നുമല്ല എന്ന സത്യം നിങ്ങൾക്കറിയാം. സത്യം ഇതായിരിക്കെ തന്നെ നിങ്ങളുടെ ഭർത്താവ് നിങ്ങളോട് പറയുകയാണ്, നല്ല രുചിയുണ്ട് നീ ഉണ്ടാക്കിയ ഭക്ഷണത്തിന് എന്ന്. ഈ കോംപ്ലിമെന്റ് തീർച്ചയായും നിങ്ങളെ സന്തോഷിപ്പിക്കും. അതുകൊണ്ടാണ് നമ്മുടെ സംസാരത്തിൽ പോസിറ്റീവായ വാക്കുകൾ കൂടുതൽ ഉപയോഗിക്കണമെന്ന് പറയുന്നത്. ഇതൊന്നും മനസ്സിലാകാതെയാണ് ചില ആളുകൾ തങ്ങളുടെ പങ്കാളിയെക്കുറിച്ചും മക്കളെക്കുറിച്ചുമൊക്കെ നിരന്തരം നെഗറ്റീവായ അഭിപ്രായങ്ങൾ പാസ്സാക്കാറുള്ളത്. അവനെ അഭിനന്ദിച്ചാൽ അവൻ വഷളായി പോകും എന്ന മാതിരിയുള്ള കമന്റുകൾ ചില മാതാപിതാക്കൾ തങ്ങളുടെ മക്കളെക്കുറിച്ച് നടത്തുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അഭിനന്ദനം നൽകുന്നതിൽ പിശുക്കരായ ഇവർ മക്കളുടെയും പങ്കാളിയുടെയും ഒക്കെ ചെറിയ കുറ്റം പോലും കണ്ടുപിടിച്ച് പെരുപ്പിച്ചു കാട്ടുകയും ചെയ്യും. നാളകളിൽ ഉന്നത നിലയിലെത്തേണ്ട മക്കളുടെ ഭാവിയുടെ കടക്കൽ കത്തിവെക്കുകയാണ് ഇത്തരം മാതാപിതാക്കൾ ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ പരിഹരിച്ചു മുന്നോട്ടു പോകുന്നതിനു വേണ്ടി ഇനി പറയുന്ന കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. നമ്മുടെ ഗുണത്തിനായി വാക്കുകൾ എങ്ങനെ ഉപയോഗപ്പെടുത്താം? നിങ്ങൾ നടക്കുമ്പോഴും ഉറങ്ങാൻ കിടക്കുമ്പോഴും ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴും ഷോപ്പിങ്ങിനായി പോകുമ്പോഴും ഒക്കെ നിങ്ങളുടെ ലക്ഷ്യവുമായി ബന്ധപ്പെട്ട പോസിറ്റീവായ വാക്കുകൾ നിങ്ങൾ നിങ്ങളോട് തന്നെ പറയുക. ഉദാഹരണത്തിന്, ശരീരഭാരം കുറയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങളോട് തന്നെ മനസ്സിൽ പറയുക, ഓരോ ദിവസവും എൻ്റെ ഭാരം കുറഞ്ഞു വരികയും ഞാൻ കൃത്യമായ തൂക്കത്തിൽ എത്തുകയും ചെയ്യുന്നു. സമ്പത്ത് വർദ്ധിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ പറയുക, ഞാൻ സമ്പത്തിനെ ആകർഷിക്കുന്നു. ഓരോ ദിനവും എൻ്റെ സമ്പത്ത് വർദ്ധിക്കുന്നു. സമ്പത്ത് വർദ്ധിക്കുന്നതിനാവശ്യമായ ശരിയായ ആശയങ്ങൾ എനിക്ക് ലഭിക്കുന്നു. പഠനത്തിൽ പിന്നോക്കമാണ് നിങ്ങളെന്ന തോന്നൽ നിങ്ങളിലുണ്ടെങ്കിൽ നിങ്ങളോട് തന്നെ പറയുക, ഞാൻ പഠിക്കാൻ മിടുക്കനാണ്, ഉന്നത മാർക്കോടുകൂടി ഞാൻ പരീക്ഷയിൽ പാസ്സാവും. ഇനി വലിയ വാക്യങ്ങളായി വാക്കുകൾ ആവർത്തിക്കുവാൻ നിങ്ങൾക്ക് ഇഷ്ടമല്ല എങ്കിൽ ഏതാനും വാക്കുകൾ ജോഡിയായി ഉപയോഗിച്ച് ആവർത്തിക്കാം. ആരോഗ്യം, സമാധാനം, സമ്പത്ത്, വിജയം, സ്നേഹം, സന്തോഷം, ആത്മവിശ്വാസം, വ്യക്തിത്വം. ഇത്തരം വാക്കുകൾ ആവർത്തിച്ച് ഉപബോധനങ്ങളായി നിങ്ങളുടെ ഉപബോധ മനസ്സിലെത്തിക്കുമ്പോൾ ആ ലക്ഷ്യപ്രാപ്തിക്കായി മനസ്സ് പ്രവർത്തിച്ചു തുടങ്ങിക്കൊള്ളും. ഓർക്കുക, ഉപബോധനങ്ങൾ ശക്തമായി മനസ്സിലെത്തണമെങ്കിൽ ആവർത്തനത്തിൻ്റെ തോതും വർദ്ധിപ്പിക്കണം. ലോകമെമ്പാടുമുള്ള അനേകം ലക്ഷങ്ങളെ വിജയത്തിലേക്ക് നയിച്ച മാർഗമാണിത്. പരീക്ഷിച്ചു നോക്കൂ, നിങ്ങളും വിജയം സ്വന്തമാക്കും. ജാതി മത ഭേദമന്യേ ഭൂരിഭാഗം മനുഷ്യരും തങ്ങൾക്കും തങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്. നന്മ ഉണ്ടാകണമെന്നും തൻ്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കണമെന്നും ശക്തമായി ആഗ്രഹിക്കുന്നവരാണ്. അതിനുവേണ്ടി ഉള്ളുരുകി പ്രാർത്ഥിക്കുന്നവരുമാണ്. എന്നാൽ എന്തുകൊണ്ടാണ് അവരിൽ ഭൂരിപക്ഷത്തിനും തങ്ങളുടെ പ്രാർത്ഥന ലക്ഷ്യം വയ്ക്കുന്നതിന് എതിരായി സംഭവിക്കുന്നത്? ഈ കാര്യങ്ങളെക്കുറിച്ചും അവയ്ക്കുള്ള പരിഹാര മാർഗങ്ങളെക്കുറിച്ചുമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ജീവിതത്തിൽ ദ സീക്രട്ട് മനസ്സിലാക്കി പ്രയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ചില പോരായ്മകളും അവ പരിഹരിച്ച് മുന്നോട്ടു പോകാനുള്ള മാർഗദർശനങ്ങളും സ്വന്തം അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ഏതാനും വിജയികളായ മഹാന്മാർ വിവരിക്കുന്നത് ഇപ്രകാരമാണ്. രഹസ്യം ലളിതമാക്കപ്പെടുന്നു. മൈക്കിൾ ബെർണാഡ് ബെക്കവിത്ത്. നാം ജീവിക്കുന്ന ഈ പ്രപഞ്ചത്തിൽ ചില നിയമങ്ങളുണ്ട്. ഗുരുത്വാകർഷണ നിയമം എന്നതുപോലെ. നിങ്ങൾ ഒരു കെട്ടിടത്തിനു മുകളിൽ നിന്ന് താഴേക്ക് വീഴുകയാണെന്നിരിക്കട്ടെ. ഒരു നല്ലയാളോ ദുഷ്ടനോ ആവട്ടെ, നിങ്ങൾ ഭൂമിയിലേക്ക് പതിക്കുക തന്നെ ചെയ്യും. ആകർഷണ നിയമം എന്നത് ഒരു പ്രകൃതി നിയമമാണ്. ഗുരുത്വാകർഷണ നിയമം പോലെ തന്നെ അത് നിഷ്പക്ഷവും സർവസമാനവുമാണ്. അത് സൂക്ഷ്മമാണ്, കൃത്യതയാർന്നതാണ്. ഡോക്ടർ ജോ വിറ്റാലെ. ഇപ്പോൾ സ്വന്തം ജീവിതത്തിൽ നിങ്ങളെ വലയം ചെയ്തിരിക്കുന്ന, നിങ്ങൾ ഖേദിക്കുന്നവയുൾപ്പെടെ എല്ലാം നിങ്ങൾ നിങ്ങളിലേക്ക് സ്വയം ആകർഷിച്ചവയാണ്. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കാത്ത ഒന്നായിരിക്കും അത് എന്ന് ആദ്യ നോട്ടത്തിൽ തന്നെ എനിക്കറിയാം.
ഉടൻ തന്നെ നിങ്ങൾ പറയുവാൻ പോകുന്നത്, ആ കാർ ആക്സിഡന്റ് ഞാൻ എന്നിലേക്ക് ആകർഷിച്ചതല്ലല്ലോ, അല്ലെങ്കിൽ എനിക്കെന്നും തലവേദനയായ ഈ കക്ഷിയെ ഞാൻ എന്നിലേക്ക് ആകർഷിച്ചതല്ലല്ലോ, അതുമല്ലെങ്കിൽ പ്രത്യേകിച്ച് ഈ കടബാധ്യതകൾ ഞാൻ എന്നിലേക്ക് ആകർഷിച്ചതല്ലല്ലോ എന്നൊക്കെയായിരിക്കും. അതിന് ഞാൻ നിങ്ങളുടെ മുഖമടച്ചെന്ന പോലെ പറയുവാൻ പോകുന്ന മറുപടി, അതെ, നിങ്ങൾ തന്നെയാണ് അവയൊക്കെ നിങ്ങളിലേക്ക് ആകർഷിച്ചത് എന്നാണ്. ഉൾക്കൊള്ളാൻ ഏറെ വിഷമമുള്ള ആശയങ്ങളിലൊന്നാണ് ഇത്. പക്ഷേ ഒരിക്കൽ നിങ്ങളത് അംഗീകരിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കും. ചരിത്രത്തിൽ വളരെയേറെ മനുഷ്യർക്ക് കൂട്ടത്തോടെ തങ്ങളുടെ ജീവൻ നഷ്ടപ്പെടാനിടയായ ധാരാളം സംഭവങ്ങൾ. രഹസ്യത്തെക്കുറിച്ചുള്ള ഈ പരാമർശം ആദ്യമായി കേൾക്കുന്നയാളുകളുടെ മനസ്സിലേക്ക് ചിലപ്പോൾ ഓടിയെത്തിയേക്കാം. അത്തരം സംഭവങ്ങളിൽ ഉൾപ്പെട്ട ആളുകൾ എല്ലാവരും ആ അനിഷ്ട സംഭവങ്ങളെ സ്വയം തങ്ങളിലേക്ക് ആകർഷിക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ അത് ദുർഗ്രഹം തന്നെയാണ്. ആകർഷണ നിയമമനുസരിച്ച് പ്രസ്തുത സംഭവങ്ങളുടെയും അവയിൽ ഉൾപ്പെട്ടിരുന്ന ആളുകളുടെ ചിന്തയുടെയും തരംഗദൈർഘ്യം ഒന്നുതന്നെയായിരിക്കണം. ആ ആളുകൾ മുഴുവനും കൃത്യമായും ആ സംഭവത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടാവണം എന്നല്ല ഇതിനർത്ഥം. പക്ഷേ അവരുടെ ചിന്തയുടെയും ആ സംഭവത്തിൻ്റെയും തരംഗദൈർഘ്യം ഒന്നിനോടൊന്ന് പൊരുത്തപ്പെടുന്നതായിരുന്നു എന്നേ ഇതിനർത്ഥമുള്ളൂ. ആ വ്യക്തികൾ തെറ്റായ സമയത്ത് തെറ്റായ സ്ഥലത്ത് എത്തിയതായിരിക്കുമെന്നും തങ്ങൾക്ക് ചുറ്റും സംജാതമായ സാഹചര്യങ്ങളിൽ അവർക്ക് യാതൊരു നിയന്ത്രണവുമില്ലായിരുന്നു എന്നും കരുതാം. പക്ഷേ അവരിലുളവായ ഭയം, ഒറ്റപ്പെടൽ, ബലഹീനത എന്നിവ സ്ഥായിയായി നിലനിന്നിരുന്നുവെങ്കിൽ അത് അവരെ തെറ്റായ സമയത്ത് തെറ്റായ സ്ഥലത്തേക്ക് ആകർഷിച്ചിട്ടുണ്ടാവാം. ഇപ്പോൾ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാനുള്ള അവസരമുണ്ട്. അശുഭങ്ങളായ സംഭവങ്ങൾ, ദുരന്തങ്ങൾ എപ്പോൾ വേണമെങ്കിലും സംഭവിച്ചേക്കാമെന്നും അത് തികച്ചും യാദൃച്ഛികം മാത്രമാണെന്നും വിശ്വസിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? നിങ്ങൾ തെറ്റായ സമയത്ത് തെറ്റായ സ്ഥലത്ത് എത്തിപ്പെട്ടേക്കാം എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? ബാഹ്യ സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് യാതൊരു നിയന്ത്രണവുമില്ല എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? അതല്ല, നിങ്ങളുടെ ജീവിതാനുഭവങ്ങൾ നിങ്ങളുടെ കൈകളിൽ തന്നെയാണെന്നും നിങ്ങളുടെ ചിന്ത നന്മയുടെ വഴിയിലൂടെയായതിനാൽ നല്ലതു മാത്രമേ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയുള്ളൂ എന്നും വിശ്വസിക്കുവാനും മനസ്സിലാക്കുവാനുമാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് എന്താണോ അതുതന്നെയാണ് നിങ്ങളുടെ ജീവിതാനുഭവങ്ങളായി മാറുവാൻ പോകുന്നത്. നിരന്തരമായ ചിന്തകളിലൂടെ നിങ്ങളിലേക്ക് ആജ്ഞാശക്തിയോടെ വിളിച്ചു വരുത്താത്തിടത്തോളം ഒന്നും തന്നെ നിങ്ങളുടെ അനുഭവങ്ങളായി പരിണമിക്കുകയില്ല. ബോബ് ഡോയിൽ. ആകർഷിക്കാനുള്ള കഴിവ് നമ്മിൽ ഭൂരിപക്ഷത്തിനും സഹജമായി തന്നെ ഉണ്ട്. ആ കഴിവിന്മേൽ നമുക്ക് യാതൊരു നിയന്ത്രണവും ഇല്ല എന്നാണ് നാം കരുതുന്നത്. നമ്മുടെ ചിന്തകളും വികാരങ്ങളും സ്വയം നിയന്ത്രിതമായ രീതിയിൽ മുന്നോട്ടു നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എല്ലാം നമ്മിലേക്ക് സ്വയമേവ വന്നു ചേരും. അനഭിമതമായ ഒന്നിനെയും ആരും ഒരിക്കലും മനഃപൂർവ്വം തന്നിലേക്ക് ആകർഷിക്കുകയില്ല. രഹസ്യത്തെക്കുറിച്ചുള്ള ജ്ഞാനം ഇല്ലാതിരുന്നതുകൊണ്ട് നിങ്ങളുടെയോ മറ്റുള്ളവരുടെയോ ജീവിതത്തിൽ അനഭിമതമായ കാര്യങ്ങൾ എങ്ങനെ സംഭവിച്ചു എന്ന് അനായാസം മനസ്സിലാക്കാനാകും. അത് സംഭവിക്കുന്നത് കേവലം നമ്മുടെ ചിന്തയുടെ മഹത്തായ സർഗശേഷിയെക്കുറിച്ചുള്ള അവബോധമില്ലായ്മ കൊണ്ടു മാത്രമാണ്. പ്രപഞ്ചത്തിലെ കോസ്മിക് ശക്തിയുമായി താരതമ്യം പ്രാപിക്കാനും ആകർഷണ നിയമത്തിന്റെ പ്രയോജനങ്ങൾ ലഭിക്കുന്നതിനും വേണ്ടി പ്രാർത്ഥന നല്ലൊരു മാർഗമാണ്. ദ സീക്രട്ട് എന്ന ഗ്രന്ഥത്തെ അടിസ്ഥാനപ്പെടുത്തി മോട്ടിവേഷൻ ചിട്ടപ്പെടുത്തിയ ഭൂരിഭാഗം ഗുരുക്കന്മാരുടെയും അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ച് ദ ലോ ഓഫ് അട്രാക്ഷൻ എന്ന നിയമപ്രകാരം നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കുന്നത് എന്തുകൊണ്ട്, സ്വീകരിക്കാത്തത് എന്തുകൊണ്ട് എന്നുള്ള കാര്യങ്ങളാണ് ഇനി പരിശോധിക്കുന്നത്. പ്രാർത്ഥനയും മനഃശക്തിയും. ബാഹ്യമായ സുഖഭോഗങ്ങൾക്കു വേണ്ടി ആർത്തി പിടിച്ചോടുന്ന മനുഷ്യർ അത് നേടുന്നതിനുള്ള എളുപ്പവഴി തേടി ധ്യാന കേന്ദ്രങ്ങളിലും പ്രാർത്ഥനാലയങ്ങളിലും തടിച്ചുകൂടുന്നത് നിത്യകാഴ്ചയായിരിക്കുകയാണ്. വിശാലമായ അർത്ഥത്തിൽ ഈശ്വരവിശ്വാസിയെന്നോ അവിശ്വാസിയെന്നോ ഭേദമില്ലാതെ എല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ പ്രാർത്ഥനയെക്കുറിച്ചുള്ള ചില അടിസ്ഥാന വിവരങ്ങൾ അറിയുന്നത് മനഃശക്തി ക്രിയാത്മകമായി ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുവന് കൂടുതൽ പ്രയോജനകരമാണ്. ഒരുവന്റെ മനഃശക്തിയെ വളർത്താനോ തളർത്താനോ പ്രാർത്ഥനയ്ക്ക് കഴിയും എന്നതിനാൽ മനഃശക്തി ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന ഏവർക്കും പ്രാർത്ഥന എന്ന പ്രക്രിയയെപ്പറ്റി ശരിയായ അവബോധം ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യവുമാണ്. എന്താണ് പ്രാർത്ഥന എന്ന് ചോദിച്ചാൽ ഒരു പ്രത്യേക കാര്യസാധ്യത്തിനായി നടത്തുന്ന യാചനയാണ് എന്ന് സാധാരണ ഭാഷയിൽ പറയാം. പ്രാർത്ഥനയിൽ ഒരു വ്യക്തിയുടെ ബോധമനസ്സ് പ്രപഞ്ചശക്തിയോട് ബന്ധപ്പെടാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. പ്രപഞ്ചശക്തിയെ കോസ്മിക് ബോധതലം എന്നു പറയാം. അപ്പോൾ പ്രാർത്ഥന എന്നത് വ്യക്തിയുടെ ബോധതലവും കോസ്മിക് ബോധതലവും തമ്മിലുള്ള ആശയവിനിമയമാണെന്ന് പറയാം. പ്രാർത്ഥനയുടെ ലക്ഷ്യം കോസ്മിക് ബോധതലവുമായി ബന്ധപ്പെടുകയാണെങ്കിലും പലപ്പോഴും ഈ ലക്ഷ്യം സാധിക്കാറില്ല.
സാധാരണ പ്രാർത്ഥനകൾ മനസ്സിന്റെ ഏറ്റവും ഉപരിതലമായ ബോധത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയാണ് പതിവ്. ചുരുക്കം ചില പ്രാർത്ഥനകൾ ഉപബോധ തലത്തിലേക്ക് എത്താറുണ്ട്. കോസ്മിക് ബോധതലത്തിലെത്തുന്ന പ്രാർത്ഥനകൾ വളരെ വിരളമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. ബോധതലത്തിൽ മാത്രം നിൽക്കുന്ന തരത്തിലുള്ള പ്രാർത്ഥനയാണ് പലരും സ്വീകരിച്ചിരിക്കുന്നത്. മുഖവ്യായാമത്തിനുള്ള ഉത്തമോപാധിയായി ഉപയോഗിക്കാം എന്നതിൽ കവിഞ്ഞ് യാതൊരു പ്രയോജനവും ഇത്തരം പ്രാർത്ഥനകൾക്കില്ല എന്ന സത്യം മനസ്സിലാക്കാത്തതിനാൽ സ്വയം ഒരു മൂഢലോകത്തിൽപ്പെട്ട് പലരും വട്ടം ചുറ്റിക്കൊണ്ടിരിക്കുന്നു. മനസ്സിന്റെ 7 തലങ്ങളുമായി ബന്ധപ്പെട്ട പ്രാർത്ഥനയെപ്പറ്റി പറയാമെങ്കിലും സൗകര്യത്തിനായി ഉപബോധതലത്തിലെ പല പിരിവുകളെ ഒന്നാക്കി ഉപബോധതലവുമായി ബന്ധപ്പെട്ട പ്രാർത്ഥന എന്നു മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. പ്രാർത്ഥനയിൽ ഏതു തലവുമായാണ് ബന്ധം സ്ഥാപിക്കുന്നത് എന്നതിനനുസരിച്ച് 3 തരംതിരിച്ചാണ് ഇവിടെ വിശകലനം ചെയ്തിരിക്കുന്നത്. ബോധതലവുമായി ബന്ധപ്പെട്ട പ്രാർത്ഥനകൾ, ഉപബോധതലവുമായി ബന്ധപ്പെട്ട പ്രാർത്ഥനകൾ, കോസ്മിക് ബോധതലവുമായി ബന്ധപ്പെട്ട പ്രാർത്ഥനകൾ എന്നിങ്ങനെ. ബോധതലത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന പ്രാർത്ഥനയെക്കുറിച്ച് ആദ്യമായി പരിശോധിക്കാം. ആർക്കാനും വേണ്ടി ഓക്കാനിക്കുന്ന തരത്തിലുള്ള പ്രാർത്ഥനകൾ ശീലത്തിൽ നിന്നോ ഭയത്തിൽ നിന്നോ കുറ്റബോധത്തിൽ നിന്നോ ഉടലെടുക്കുന്നവയാണ്. ഏതെങ്കിലും മതത്തിന്റെ ഭാഗമായി ചെറുപ്പത്തിൽ വളർത്തിയെടുത്ത ശീലമായി, അല്ലെങ്കിൽ എല്ലാ ദിവസവും പ്രാർത്ഥിച്ചില്ലെങ്കിൽ അത് പാപമാണെന്ന് ആരെങ്കിലും പറഞ്ഞതിനാൽ നടത്തുന്ന പ്രാർത്ഥനകളെല്ലാം തന്നെ ഈ ഗണത്തിൽപ്പെടുന്നവയാണ്. ഇത്തരം പ്രാർത്ഥന നടത്തുന്ന അവസരങ്ങളിൽ വ്യക്തിയുടെ കണ്ണുകൾ മിക്കവാറും തുറന്നു തന്നെയിരിക്കും. ചുറ്റുപാടും സംഭവിക്കുന്നത് എന്തൊക്കെയെന്ന് കണ്ണുകളും കാതുകളും ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കും. നാക്കിൽ നിന്ന് ഒരു ടേപ്പ് റെക്കോർഡിൽ എന്ന പോലെ കാണാതെ പഠിച്ച വാക്കുകൾ പ്രവഹിച്ചുകൊണ്ടിരിക്കും. നാവ് ശബ്ദമുണ്ടാക്കുന്നെങ്കിലും മനസ്സ് അതിൻ്റെ വഴിക്ക് സ്വതന്ത്രമായി വിഹരിച്ചുകൊണ്ടിരിക്കും. സ്വയവും മറ്റുള്ളവരെയും താൻ പ്രാർത്ഥിക്കുന്നു എന്ന് വിശ്വസിപ്പിക്കാം എന്നതിൽ കവിഞ്ഞ് ഇതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. ഒരു പ്രയോജനവുമില്ല എന്ന് പറയുന്നത് പൂർണ്ണമായും ശരിയല്ല. ഈ പ്രാർത്ഥനകൾ മുഖവ്യായാമത്തിനുള്ള നല്ല ഉപാധിയായി ഉപയോഗിക്കാം. എന്നാൽ ഇത്തരം പ്രാർത്ഥനകൾക്ക് ഉപയോഗിക്കുന്നത് പ്രത്യേകതയുള്ള ശബ്ദങ്ങളാണെങ്കിൽ, ഉദാഹരണം ബീജമന്ത്രങ്ങൾ. ഈ ശബ്ദങ്ങൾ ഉളവാക്കുന്ന തരംഗങ്ങൾ ശരീരത്തിലും മനസ്സിലും വളരെ ചെറിയ അളവിൽ ചില മാറ്റങ്ങൾ വരുത്തുന്നതാണ്. ബോധതലവുമായി മാത്രം ബന്ധപ്പെടുന്ന പ്രാർത്ഥനയ്ക്ക് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ലാത്തതിനാൽ യാതൊരു ഒരുക്കവും കൂടാതെ എപ്പോൾ വേണമെങ്കിലും ഏതു രീതിയിൽ വേണമെങ്കിലും എവിടെ വച്ചു വേണമെങ്കിലും യാതൊരു നിബന്ധനയും കൂടാതെയും പ്രാർത്ഥിക്കാം എന്ന ഒരു വലിയ ഗുണം കൂടിയുണ്ട്. വീടുകളിൽ കാണുന്ന കൂട്ടായ പ്രാർത്ഥനയും നാമജപങ്ങളും പലപ്പോഴും ഈ തലത്തിൽ മാത്രമുള്ളവയാണ്. ഇത്തരം പ്രാർത്ഥനകൾ ഒരുവന്റെ മനഃശക്തിയെ വളരെ പ്രതികൂലമായി ബാധിക്കുന്നതാണ്. ബോധതലത്തിലും ഉപബോധതലത്തിലുമായി നിലനിൽക്കുന്ന പ്രാർത്ഥനകളും കൂടുതലായി ബോധതലത്തിൽ നിലനിൽക്കുന്ന പ്രാർത്ഥനയും ബോധതലത്തിൽ കുറച്ചും ഉപബോധതലത്തിൽ കൂടുതലും ആയി നിൽക്കുന്ന പ്രാർത്ഥനകളും ഉണ്ടെങ്കിലും അവയെ എല്ലാം കൂടി ഒരുമിച്ച് പരിഗണിക്കുന്നതാവും വിശദീകരണത്തിന് സൗകര്യം. ഉപബോധതലവുമായി ബന്ധപ്പെടുന്ന പ്രാർത്ഥനയിൽ സ്വന്തം സമ്മോഹനം, സ്വയനിർദ്ദേശം എന്നീ പ്രതിഭാസങ്ങളാണ് പ്രവർത്തിക്കുന്നത്. ഒരു ലക്ഷ്യത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ആവർത്തിച്ച് ഉരുവിടുന്ന താളാത്മകമായ വാക്കുകൾ ക്രമേണ വ്യക്തിയെ നിദ്രാസമാന അവസ്ഥയിലെത്തിക്കുകയും അങ്ങനെ മനസ്സിന്റെ പല തലങ്ങളിലും സ്പർശിച്ച് വ്യക്തിയിലും സാഹചര്യത്തിലും മാറ്റം വരുത്തുകയും ചെയ്യുന്നു. ഈ രീതിയിലുള്ള പ്രാർത്ഥനയിൽ വ്യക്തികൾ പലപ്പോഴും മിഥ്യാദർശനങ്ങൾക്കും മിഥ്യാധാരണകൾക്കും അടിപ്പെട്ട് തങ്ങൾക്ക് ദർശനങ്ങൾ ഉണ്ടായതായി തെറ്റിദ്ധരിക്കാറുണ്ട്. ബോധതലത്തെ മറികടക്കുന്നതിനാൽ ഇത്തരം പ്രാർത്ഥനയിൽ ശരീരത്തിന് നല്ല ലാഘവത്വം അനുഭവപ്പെടുകയും മനസ്സിന് ഉന്മേഷം തോന്നുകയും കാര്യകാരണങ്ങളെക്കുറിച്ച് കൂടുതൽ വ്യക്തത ലഭിക്കുകയും ചെയ്യുന്നതാണ്. ഈ തലത്തിലുള്ള പ്രാർത്ഥനയിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തിക്ക് തൻ്റെ ശരീരത്തിൽ പലവിധ അനുഭൂതികളും അനുഭവപ്പെടുന്നതായി കണ്ടിട്ടുണ്ട്. വ്യക്തിഗതമായ മാറ്റം എല്ലാറ്റിലുമെന്ന പോലെ ഇതിലുമുള്ളതിനാൽ അനുഭവങ്ങൾ പലർക്കും പല രീതിയിലായിരിക്കും എന്നോർക്കുക. ഉപബോധതലമെന്നാൽ തിരിച്ചറിവില്ലാത്ത ഒരു തലമാണ്. അതായത് ഉപബോധതലത്തിലേക്ക് നൽകുന്ന വിവരങ്ങളെ ചോദ്യം ചെയ്യാതെ തന്നെ ആ തലം സ്വീകരിക്കുന്നു. നിങ്ങൾ എലിയാണ് എന്ന നിർദ്ദേശം ഉപബോധതലത്തിൽ നൽകിയാൽ പൂച്ചയെ കാണുമ്പോൾ നിങ്ങൾ ഓടാൻ തുടങ്ങും. ലോറൽ ലാങ്മയർ, ധനകാര്യതന്ത്രജ്ഞ, പ്രാസംഗിക, കോർപ്പറേറ്റ് വ്യക്തിത്വ വികസന പരിശീലക. പണമുണ്ടാക്കണമെങ്കിൽ കഠിനാധ്വാനം ചെയ്യണം എന്നു കേട്ടാണ് ഞാൻ വളർന്നത്. ഇപ്പോൾ ഞാനത് മാറ്റി. പണം വളരെ എളുപ്പത്തിലും സുലഭമായും വരും എന്നാക്കി. ആദ്യം കേൾക്കുമ്പോൾ ഇത് നുണയാണെന്ന് തോന്നുമല്ലേ? നിങ്ങളുടെ തലച്ചോറിന്റെ ഒരു ഭാഗം പറയുന്നുണ്ടാകും നുണയൻ, അത് വളരെ പ്രയാസമാണ്. പ്രിയമുള്ള പ്രേക്ഷകരെ, പണമുണ്ടാക്കാൻ ഇറങ്ങി പുറപ്പെടുന്നതിന് മുമ്പ് രഹസ്യത്തിന്റെ അടിസ്ഥാന വിവരങ്ങൾ അറിയണം. അതിന് ദ സീക്രട്ട് എന്ന പ്രോഗ്രാമിന്റെ 1 മുതൽ 3 വരെയുള്ള ഭാഗങ്ങൾ കാണാത്തവർ കാണുക. ഏത് കാര്യങ്ങളും നേടിയെടുക്കുവാൻ പ്രാർത്ഥനയിലൂടെ കഴിയുമെന്ന് എല്ലാ മതങ്ങളിലും പറയുന്നുണ്ട്. മതമില്ലാത്തവർക്കും പ്രാർത്ഥനയിലൂടെ പ്രപഞ്ചശക്തിയിൽ നിന്നും അനുഗ്രഹങ്ങൾ നേടാമെന്ന്
ദ സീക്രട്ട് എന്ന ഗ്രന്ഥത്തിൽ റോണ്ട ബേൺ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. മതമുള്ളവർക്കും മതമില്ലാത്തവർക്കും അനുഗ്രഹം ലഭിക്കുന്ന പ്രാർത്ഥനാ രീതിയെ കോസ്മിക് തലവുമായിട്ടാണ് റോണ്ട ബേൺ കണക്ട് ചെയ്തിരിക്കുന്നത്. കോസ്മിക് ബോധതലവുമായി ബന്ധപ്പെടുന്ന അവസരത്തിൽ വ്യക്തി പൂർണ്ണ ബോധവാനായിരിക്കും. അവബോധം സാധാരണയിൽ കഴിഞ്ഞ അവസ്ഥയിൽ എത്തുന്ന ഘട്ടത്തിൽ ശരീരം മുഴുവനും ഒരു പ്രത്യേക ഊർജത്താൽ നിറയുന്നതായും മനസ്സിൽ എനിക്ക് സാധിക്കും എന്ന അചഞ്ചലമായ വിശ്വാസം ഉടലെടുക്കുന്നതായും കാണാം. വ്യക്തിപരമായ മാറ്റങ്ങൾ ഇത്തരം അനുഭവങ്ങളിൽ ഉണ്ടാകും എന്നോർക്കുക. ഈ തലത്തിൽ വ്യക്തിയുടെ ബോധപൂർവമായ ശ്രമമില്ലാതെ വ്യക്തിയുടെ വാക്കുകൾ പ്രാർത്ഥനയായി പ്രവഹിക്കുകയും ഞാൻ എന്ന് സാധാരണ വിവക്ഷിക്കുന്ന ഭാവം ഈ പ്രവാഹത്തെ നിരീക്ഷിക്കുന്ന ഒരു നിരീക്ഷകനായി മാറുകയും ചെയ്യും. ഊർജപ്രവാഹം ശരീരത്തിലൂടെ നടക്കുന്ന സമയമത്രയും ഈ പ്രാർത്ഥന നീളാറുണ്ട്. പ്രത്യേക വ്യക്തിയോടോ രൂപത്തോടോ അല്ലാതെ ഇത്തരത്തിൽ തൻ്റെ ഉള്ളിൽ തന്നെയുള്ള മഹത്തായ ശക്തി സ്രോതസ്സിനോട് പ്രാർത്ഥിക്കുവാൻ കഴിയുന്നവർ ഭാഗ്യവാന്മാരാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. പ്രായോഗികമായി കോസ്മിക് ബോധതലവുമായി ബന്ധപ്പെടുന്നതിന് വ്യക്തമായ ഒരു മാർഗനിർദ്ദേശം നൽകാൻ കഴിയില്ലെങ്കിലും പ്രാർത്ഥനയ്ക്ക് മുന്നോടിയായി 10 മിനിറ്റ് നിശബ്ദനായിരുന്ന ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അവസ്ഥയെക്കുറിച്ച് ബോധവാനാകുന്നതും അതിനുശേഷം തലയുടെ മുകളിലായി ഒരു പ്രകാശഗോളവും അതിൽ നിന്നുള്ള പ്രകാശം ശരീരത്തെ മുഴുവനും നിറയുന്നതായും സങ്കല്പിക്കുന്നത് ഈ തലവുമായി ബന്ധം പുലർത്താൻ കുറേയൊക്കെ സഹായിക്കും. കൃത്യമായും ഈ തലവുമായി ബന്ധപ്പെട്ടു കഴിഞ്ഞാൽ കണക്റ്റഡ് ഫീലിംഗ്, അതായത് എന്തിനോടോ ബന്ധം സ്ഥാപിച്ചു എന്ന തോന്നൽ ഉണ്ടാകുന്നതായി കണ്ടിട്ടുണ്ട്. ഈ തോന്നൽ കിട്ടിയതിനു ശേഷം മാത്രം പ്രാർത്ഥനയിലേക്ക് കടക്കുകയാണ് ഉചിതം. പ്രാർത്ഥനയിലെ പ്രധാന തലങ്ങളെക്കുറിച്ചെല്ലാം നാം മനസ്സിലാക്കി കഴിഞ്ഞു. ഏത് തലത്തിൽപ്പെട്ട പ്രാർത്ഥനയായാലും പ്രാഥമികമായി ചില കാര്യങ്ങൾ മനസ്സിലാക്കാതെ ചെയ്താൽ ഉദ്ദേശിക്കുന്ന പ്രയോജനം ലഭിക്കുകയില്ല. അതുകൊണ്ട് സാധാരണയായി കണ്ടുവരുന്ന എന്നാൽ പലരും ശ്രദ്ധിക്കാത്ത ചില വിവരങ്ങൾ കൂടി പ്രതിപാദിക്കുന്നത് ഉചിതമായിരിക്കും എന്ന് കരുതുന്നു. പ്രാർത്ഥന എന്നത് ഒരു തരം ആശയവിനിമയമാണല്ലോ. നാമും നമ്മുടെ മനസ്സിൻ്റെ വിവിധ തലങ്ങളും തമ്മിലുള്ള ആശയവിനിമയം. സൗകര്യത്തിനായി 2 വ്യക്തികൾ തമ്മിലുള്ള ആശയവിനിമയം ഉദാഹരണമാക്കി എടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥന എന്ന പ്രക്രിയയെ വിശകലനം ചെയ്യാം. വ്യക്തികൾ തമ്മിലുള്ള അകലമനുസരിച്ച് ആശയവിനിമയത്തിന് ഉപയോഗിക്കുന്ന മാധ്യമങ്ങൾ മാറുന്നുണ്ടെങ്കിലും എല്ലാ ആശയവിനിമയത്തിനും പൊതുവായ ചില സംഗതികളുണ്ട്. തൊട്ടടുത്തുള്ള വ്യക്തിയോട് നേരിട്ട് സംസാരിക്കുമ്പോൾ വളരെ അകലെയുള്ളവരോട് ടെലിഫോൺ പോലുള്ള മാധ്യമങ്ങൾ ഉപയോഗിച്ച് സംസാരിക്കുന്നു. മാധ്യമം ഏതായാലും ആശയവിനിമയം എന്ന പ്രക്രിയയ്ക്ക് മാറ്റമൊന്നുമില്ല. അതായത് ആദ്യം ഒരു വ്യക്തി സംസാരിക്കും. അപ്പോൾ മറ്റേ വ്യക്തി നിശബ്ദനായിരുന്നു ശ്രവിക്കും. അതിനുശേഷം താൻ കേട്ടതിൻ്റെ മറുപടി മറ്റേ വ്യക്തി പറയുമ്പോൾ ആദ്യം സംസാരിച്ച വ്യക്തി നിശബ്ദനായിരുന്നു അത് കേൾക്കും. ഈ പ്രവൃത്തി ആവശ്യമുള്ളിടത്തോളം സമയം തുടരുന്നു. ഇതാണല്ലോ എല്ലാ ആശയവിനിമയത്തിലും സംഭവിക്കുന്നത്. മുകളിൽ പറഞ്ഞതിൽ നിന്നും ആശയവിനിമയത്തിൽ ഒരു വ്യക്തി 2 കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കാം. സംസാരിക്കുക, നിശബ്ദനായിരിക്കുക. ശബ്ദത്തിൻ്റെയും നിശബ്ദതയുടെയും ആവർത്തനം എല്ലാവിധ ആശയവിനിമയത്തിലും ഒഴിച്ചുകൂടാനാവാത്ത സംഗതിയാണ്. ശബ്ദമില്ലാത്ത ആശയവിനിമയത്തിലും നൽകലും സ്വീകരിക്കലും മറ്റൊരു വിധത്തിൽ നടക്കുന്നുണ്ട്. നിശബ്ദനായിരിക്കുന്ന സമയത്ത് യഥാർത്ഥത്തിൽ ആ വ്യക്തി അപരനിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. അതായത് ആശയവിനിമയം എന്നാൽ സംസാരിക്കുക, ശ്രദ്ധിക്കുക, സംസാരിക്കുക, ശ്രദ്ധിക്കുക എന്നതിൻ്റെ ആവർത്തനമാണെന്ന് പറയാം. ഇതിൽ സംസാരത്തോളമോ അതിലുമധികമോ പ്രാധാന്യമുള്ള സംഗതിയാണ് നിശബ്ദനായിരുന്നു ശ്രവിക്കുക എന്നത്. ആശയവിനിമയം പൂർണ്ണമാകണമെങ്കിൽ ഈ 2 പ്രവൃത്തികളും വേണം എന്ന് അനുദിന ജീവിതത്തിലെ അനുഭവങ്ങളിൽ നിന്നും ആർക്കും മനസ്സിലാക്കാവുന്നതാണ്. എന്നാൽ ശരിയായി പ്രാർത്ഥിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന പലരും സംസാരം എന്ന പ്രവൃത്തിക്ക് മുഴുവൻ പ്രാധാന്യവും നൽകി നിശബ്ദമായ ശ്രദ്ധയെ പാടെ വിസ്മരിച്ചതായിട്ടാണ് കാണുന്നത്. ചിലർ കുറേ നേരം ഉറക്കെ പ്രാർത്ഥിച്ചതിനു ശേഷം നിശബ്ദമായിരുന്നു കൂടുതൽ രഹസ്യമായ വിവരങ്ങൾ മനസ്സിൽ പറയുന്നത് കാണാം. ഉച്ചത്തിലാണെങ്കിലും പതുക്കെയാണെങ്കിലും ഇവിടെ സംസാരമെന്ന പ്രവൃത്തി മാത്രമേ നടക്കുന്നുള്ളൂ. അതിനാൽ അത്തരം പ്രാർത്ഥനകൾ പൂർണ്ണ ഫലം നൽകില്ല. നിങ്ങൾ തന്നെ നിങ്ങളുടെ പ്രാർത്ഥനയുടെ ശൈലിയെ വിശകലനം ചെയ്യുക. നിങ്ങൾ നിശബ്ദനായിരുന്നു ശ്രദ്ധിക്കാതെയുള്ള പ്രാർത്ഥന വ്യർത്ഥമാണെന്ന് അപ്പോൾ നിങ്ങൾക്ക് സ്വയം ബോധ്യമാകും. പൊതുവായി കാണുന്ന പ്രാർത്ഥനകൾ എല്ലാം തന്നെ യാചനാ സ്വഭാവമുള്ളവയാണ്. തന്നേക്കാളും ശക്തിയുള്ള എന്തിനോടോ കാര്യസാധ്യത്തിനായി പ്രാർത്ഥിക്കുന്നവർ തങ്ങൾ ആവശ്യപ്പെടുന്നവ തങ്ങൾക്ക് ലഭിക്കാനുള്ള അർഹതയുണ്ടോ എന്ന് സ്വയം വിലയിരുത്തിയില്ലെങ്കിൽ അത്തരം പ്രാർത്ഥനകൾ സമയം കൊല്ലാൻ മാത്രമേ ഉപകരിക്കൂ. പ്രപഞ്ചത്തിൻ്റെ നീതിയനുസരിച്ച് അർഹമായത് ആർക്കും ലഭിക്കാതിരുന്നിട്ടില്ല. നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഇപ്പോൾ യാഥാർത്ഥ്യമല്ലെങ്കിൽ അതിനുള്ള അർഹത സൃഷ്ടിക്കാതെ പ്രാർത്ഥിക്കുന്നത് പ്രയോജനരഹിതമാണ്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ
അക്ഷരാഭ്യാസമില്ലാത്ത ഒരുവൻ ലോകോത്തര സാഹിത്യകാരനാകണം എന്ന് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ നല്ലത് ആ സമയത്ത് അക്ഷരാഭ്യാസം ചെയ്ത് സാഹിത്യകാരനാകാനുള്ള അർഹതയുടെ ആദ്യപടി സ്വയം കയറുന്നതാണ്. സ്വീകരിക്കാൻ തയ്യാറാകുക എന്നത് പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട അതിപ്രധാനമായ വസ്തുതയാണ്. അതായത് പ്രാർത്ഥനയിൽ നിങ്ങൾ ആവശ്യപ്പെടുന്നത് ലഭിച്ചാൽ അതിനെ പൂർണ്ണമായും സ്വീകരിക്കാൻ തയ്യാറായിരിക്കണം എന്ന്. ഒരുപക്ഷെ ഇത് വായിക്കുമ്പോൾ എന്ത് വിഡ്ഢിത്തമാണ് ഈ എഴുതിയിരിക്കുന്നത്, സ്വീകരിക്കാൻ തയ്യാറുള്ളതുകൊണ്ടല്ലേ പ്രാർത്ഥിക്കുന്നത് എന്നിങ്ങനെ മറുപടിയും പറഞ്ഞേക്കാം. എന്നാൽ പൊതുവെ നാം എടുക്കുന്ന പല തീരുമാനങ്ങളും വേണ്ടത്ര ആലോചിക്കാതെ താൽക്കാലികമായ ആവേശത്തെ മാത്രം അടിസ്ഥാനപ്പെടുത്തിയുള്ളവയാണ്. അതുകൊണ്ടുതന്നെ നാം ഒരു തീരുമാനമെടുത്ത് അധികം താമസിയാതെ അതിന് ഘടകവിരുദ്ധമായ മറ്റൊരു തീരുമാനമെടുക്കാറുണ്ട്. അതുപോലെ കഴിഞ്ഞ കാലങ്ങളിൽ സാധിക്കണമെന്നാഗ്രഹിച്ചവയിൽ ചിലതെങ്കിലും സാധിക്കാതിരുന്നത് നന്നായെന്ന് പിന്നീട് തോന്നിയെന്ന് വരും. അതിനാൽ പ്രാർത്ഥനയിൽ ആഗ്രഹിക്കുന്നതിനെ താൻ പൂർണ്ണമായും സ്വീകരിക്കാൻ തയ്യാറുണ്ടോ എന്ന് സ്വയം വിലയിരുത്തിയില്ലെങ്കിൽ പുരാണത്തിലെ ചിലരുടെ വരപ്രാപ്തിയെപ്പോലെ സ്വന്തം ആഗ്രഹങ്ങൾ സ്വന്തം നാശത്തിനു തന്നെ കാരണമായേക്കാം. പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് തൻ്റെ ആഗ്രഹം യഥാർത്ഥത്തിൽ എന്താണ് എന്നറിഞ്ഞു പ്രാർത്ഥിക്കുക. പണത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നവന്റെ ഉദ്ദേശം പണം ലഭിച്ചാൽ താൻ സന്തുഷ്ടനാവും എന്ന മിഥ്യാധാരണയാകും. ഉദ്യോഗ കയറ്റത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നവർ അതുവഴി മറ്റുള്ളവരുടെ ബഹുമാനമാവും ആഗ്രഹിക്കുന്നത്. കൂടാതെ ഓരോ ആഗ്രഹ പൂർത്തീകരണത്തിനും തൻ്റേതായ ചില സൗകര്യങ്ങളുമുണ്ട്. ഉദ്യോഗ കയറ്റം കിട്ടിയാൽ കൂടുതൽ ജോലിയും കൂടുതൽ ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുക്കേണ്ടി വരും എന്നോർത്തില്ലെങ്കിൽ ആഗ്രഹപൂർത്തി തന്നെ നൈരാശ്യത്തിനുള്ള പ്രധാന കാരണമായി തീരും. അതുകൊണ്ട് ലോറൽ ലാങ്മയറുടെ ഉപദേശം സ്വീകരിക്കുക. നിങ്ങളുടെ ചിന്തകളെ പണം വളരെ എളുപ്പത്തിലും സുലഭമായും വരും എന്നതിലേക്ക് മാറ്റുക. ഡേവിഡ് ഷിർമർ. സമ്പത്ത് സൃഷ്ടിക്കുന്ന കാര്യമെടുക്കുക. സമ്പത്ത് എന്നത് ഒരു മാനസികാവസ്ഥയാണ്. അത് നിങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. ലോറൽ ലാങ്മയർ. ഞാൻ പരിശീലനം നൽകുന്നവരിൽ 80% പേരുടെ കാര്യത്തിലും അവരുടെ മാനസികാവസ്ഥയും അവർ ചിന്തിക്കുന്ന രീതിയുമായിരുന്നു പ്രധാന വിഷയം. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും, പക്ഷേ എനിക്കു കഴിയില്ല എന്ന് ആളുകൾ പറയുമ്പോൾ അത് എനിക്ക് മനസ്സിലാകും. ആളുകൾക്ക് പണവുമായുള്ള അവരുടെ ബന്ധവും പ്രതിപ്രവർത്തനവും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും, പക്ഷേ എനിക്കു കഴിയില്ല എന്ന് ആളുകൾ പറയുമ്പോൾ അത് എനിക്ക് മനസ്സിലാകും. ആളുകൾക്ക് പണവുമായുള്ള അവരുടെ ബന്ധവും പ്രതിപ്രവർത്തനവും മാറ്റാനുള്ള കഴിവുണ്ട്. നിങ്ങളെ വിശ്വസിപ്പിക്കാൻ പഠിപ്പിച്ച കാര്യങ്ങളെക്കാൾ പ്രധാനം നിങ്ങൾക്കറിയുന്ന കാര്യങ്ങളാണ് എന്ന് നിങ്ങൾ തീരുമാനിക്കുന്ന നിമിഷം മുതൽ സമൃദ്ധിയിലേക്കുള്ള നിങ്ങളുടെ പ്രയാണത്തിൽ നിങ്ങൾ അടുത്ത ഗിയറിലേക്ക് മാറുകയാണ് എന്നതാണ് സന്തോഷകരമായ കാര്യം. വിജയം നിങ്ങളുടെ ഉള്ളിൽ നിന്നാണ് വരിക, പുറത്തുനിന്നല്ല. റാൽഫ് വാൾഡോ എമേഴ്സൺ. പണത്തെ നിങ്ങളിലേക്ക് ആകർഷിക്കണമെങ്കിൽ മനസ്സിൽ പണത്തെക്കുറിച്ചുള്ള സുഖാനുഭവമുണ്ടാകണം. ആളുകൾക്ക് ആവശ്യത്തിന് പണമില്ലാത്ത അവസ്ഥയിൽ പണത്തെക്കുറിച്ച് സുഖാനുഭവമുണ്ടാകില്ല എന്നത് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. പക്ഷേ പണത്തെക്കുറിച്ചുള്ള ആ വിപരീത ചിന്തകളാണ് കൂടുതൽ പണം നിങ്ങളിലേക്ക് വരുന്നതിനെ തടയുന്നത്. നിങ്ങൾ ആവൃത്തി അവസാനിപ്പിക്കണം. അതിന് നിങ്ങൾ പണത്തെക്കുറിച്ചുള്ള ചിന്തയിൽ സന്തോഷം അനുഭവിക്കാൻ തുടങ്ങണം. ഇപ്പോൾ നിങ്ങൾക്കുള്ള കാര്യങ്ങളെക്കുറിച്ച് മനസ്സിൽ കൃതജ്ഞത തോന്നണം. എനിക്ക് ആവശ്യത്തിലധികം പണമുണ്ട്, സമൃദ്ധമായി പണമുണ്ട്, അത് എൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പണത്തെ ആകർഷിക്കുന്ന കാന്തമാണ്. ഞാൻ പണത്തെ സ്നേഹിക്കുന്നു, പണം എന്നെയും സ്നേഹിക്കുന്നു. എല്ലാ ദിവസവും എനിക്ക് പണം കിട്ടിക്കൊണ്ടേയിരിക്കുന്നു. നന്ദി 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 എന്നെല്ലാം പറയുകയും ആ വികാരം അനുഭവിക്കുകയും വേണം. പണം കിട്ടാനായി പണം കൊടുക്കുക. നിങ്ങൾക്ക് കൂടുതൽ പണം ലഭിക്കുവാൻ ശക്തമായ ഒരു മാർഗമാണ് പണം കൊടുക്കുക എന്നത്. കാരണം കൊടുക്കുമ്പോൾ നിങ്ങൾ പ്രഖ്യാപിക്കുന്നത് എനിക്ക് ധാരാളം പണമുണ്ടെന്നാണ്. ഈ ഭൂമുഖത്ത് ഏറ്റവും ധനികരായവരാണ് ഏറ്റവും വലിയ പരോപകാരികൾ. അവർ ധാരാളം പണം ദാനം ചെയ്യുന്നു. ആകർഷണ തത്വമനുസരിച്ച് അവർ കൊടുക്കുന്തോറും പ്രപഞ്ചം അതിൻ്റെ എത്രയോ മടങ്ങ് വർദ്ധിപ്പിച്ച പണം അവരിലേക്ക് പ്രവഹിപ്പിക്കുന്നു. ദാനം ചെയ്യാൻ മാത്രം പണം എൻ്റെ കയ്യിലില്ല എന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? അതുതന്നെയാണ് പ്രശ്നം. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്തുകൊണ്ടാണ് നിങ്ങളുടെ പക്കൽ വേണ്ടത്ര പണമില്ലാത്തതെന്ന്. ദാനം ചെയ്യാൻ വേണ്ടത്ര പണം നിങ്ങൾക്കില്ല എന്ന് തോന്നിയാൽ ദാനം കൊടുക്കാൻ തുടങ്ങുക. കൊടുക്കുക എന്നതിൽ നിങ്ങൾ വിശ്വാസം പ്രകടിപ്പിക്കുമ്പോൾ ആകർഷണ തത്വം ഇനിയും കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയും വിധത്തിൽ കൂടുതൽ പണം നിങ്ങളിലേക്ക് എത്തിച്ചു തരണം. ദാനം ചെയ്യുന്നതും ത്യജിക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. നിറഞ്ഞ ഹൃദയത്തോടെ കൊടുക്കുമ്പോൾ അതിൽ സുഖാനുഭവമുണ്ട്, ത്യജിക്കുന്നതിൽ സുഖാനുഭവമില്ല. രണ്ടും തമ്മിൽ തിരിച്ചറിയണം. അവ രണ്ടും നേരെ എതിർദിശയിലുള്ള കാര്യങ്ങളാണ്.
ഒന്ന് ഇല്ലായ്മയുടെ സിഗ്നലുകൾ പ്രസരിപ്പിക്കുമ്പോൾ മറ്റേത് ആവശ്യത്തിലധികമുണ്ട് എന്ന സിഗ്നലാണ് പ്രസരിപ്പിക്കുന്നത്. ഒന്നിൽ സുഖാനുഭവമുണ്ട്, മറ്റേതിൽ അതില്ല. ത്യജിക്കുന്നത് ആത്യന്തികമായി അമർഷത്തിലേക്ക് നയിക്കും. നിറഞ്ഞ മനസ്സോടെ ദാനം ചെയ്യുക എന്നത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യമാണ്. ആകർഷണ തത്വം ആ തരംഗങ്ങളെ സ്വീകരിച്ച് ഇനിയും കൂടുതൽ നിങ്ങളിലേക്ക് പ്രവഹിപ്പിക്കും. ആ വ്യത്യാസം നിങ്ങൾ അനുഭവിച്ചറിയും. ജെയിംസ് റേ. ധാരാളം പണം സമ്പാദിക്കുന്ന പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അവരുടെ വ്യക്തിബന്ധങ്ങൾ വളരെ മോശമാണ്. അത് സമ്പന്നതയല്ല. നിങ്ങൾക്ക് പണത്തിന്റെ പുറകെ പോകാം, ധാരാളം പണം സമ്പാദിക്കാം. പക്ഷേ അതുകൊണ്ട് നിങ്ങൾ സമ്പന്നനാകും എന്നുറപ്പു പറയാൻ കഴിയില്ല. പണം സമ്പത്തിന്റെ ഭാഗമല്ല എന്നല്ല ഞാൻ പറയുന്നത്, തീർച്ചയായുമാണ്. പക്ഷേ അത് ഒരു ഭാഗം മാത്രമാണ്. വേറെ ചിലരെ ഞാൻ കാണാറുണ്ട്, ആത്മീയ വ്യക്തികൾ. പക്ഷേ അവർക്ക് എപ്പോഴും ദാരിദ്ര്യവും അനാരോഗ്യവുമായിരിക്കും. അതും സമ്പന്നതയല്ല. ജീവിതത്തിൽ സമൃദ്ധി ഉണ്ടാകണം എല്ലാ മേഖലയിലും. സമ്പന്നനാകുക എന്നത് ആത്മീയതയുമായി പൊരുത്തപ്പെടുന്നതല്ല എന്ന വിശ്വാസത്തോടെയാണ് നിങ്ങൾ വളർന്നതെങ്കിൽ നിങ്ങൾ കാതറയിൻ പോണ്ടറുടെ ബൈബിളിലെ കോടീശ്വരന്മാർ എന്ന പരമ്പര വായിക്കാൻ ഞാൻ കാര്യമായി ശുപാർശ ചെയ്യുന്നു. ഈ വിശിഷ്ടമായ പുസ്തകത്തിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകും, അബ്രഹാം, ഐസക്, ജേക്കബ്, ജോസഫ്, മോസസ്, യേശു ഇവരെല്ലാം സമ്പന്നതയുടെ പ്രചാരകരായിരുന്നു എന്ന് മാത്രമല്ല, ഇവരെല്ലാം കോടീശ്വരന്മാരായിരുന്നു. അവരുടെ ധനാഢ്യമായ ജീവിതശൈലി ഇന്നത്തെ പല കോടീശ്വരന്മാർക്കും ചിന്തിക്കാൻ പോലും കഴിയില്ല. നിങ്ങൾ സാമ്രാജ്യത്തിന്റെ കിരീടാവകാശിയാണ്. ഐശ്വര്യം നിങ്ങളുടെ ജന്മാവകാശമാണ്. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്നതിലും ഏറെ സമൃദ്ധി കൈവരിക്കാനുള്ള താക്കോൽ നിങ്ങളുടെ കയ്യിൽ തന്നെയുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏത് നല്ല കാര്യവും നിങ്ങൾ അർഹിക്കുന്നു. പ്രപഞ്ചം നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏത് നല്ല കാര്യവും നിങ്ങൾക്ക് തരും. പക്ഷേ നിങ്ങൾ അതിനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വിളിച്ചു വരുത്തണം. ഇപ്പോൾ നിങ്ങൾ രഹസ്യം മനസ്സിലാക്കി കഴിഞ്ഞു. താക്കോൽ നിങ്ങളുടെ കയ്യിലുണ്ട്. ബോബ് പ്രോക്ടർ. കടബാധ്യതയിൽ നിന്നും രക്ഷപ്പെടുക എന്നതാണ് മിക്ക ആളുകളുടെയും ലക്ഷ്യം. അത് നിങ്ങളെ എന്നെന്നും കടബാധ്യതയിൽ നിലനിർത്തുകയേ ഉള്ളൂ. നിങ്ങൾ എന്തിനെക്കുറിച്ചാണോ ചിന്തിക്കുന്നത് അതിനെയാണ് നിങ്ങൾ ആകർഷിക്കുക. കടബാധ്യതയിൽ നിന്ന് പുറത്തു കടക്കാനാണല്ലോ ഞാൻ ആലോചിക്കുന്നത് എന്ന് നിങ്ങൾ പറയും. പുറത്തു കടക്കാനോ അകത്തു കയറാനോ എന്നത് വിഷയമല്ല. കടം എന്നതിനെക്കുറിച്ചാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. അതിനാൽ നിങ്ങൾ കടത്തെ ആകർഷിക്കും. കടം തനിയെ തിരിച്ചടയ്ക്കുന്ന എന്തെങ്കിലും പദ്ധതി ഏർപ്പാടാക്കുക. എന്നിട്ട് സമ്പൽ സമൃദ്ധിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഒരുപാട് ബില്ലുകൾ കൊടുത്തു തീർക്കാനുണ്ട്, എങ്ങനെ കൊടുക്കുമെന്നൊരു പിടിയും കിട്ടുന്നില്ല എന്ന അവസ്ഥയിൽ നിങ്ങൾ ആ ബില്ലുകളിൽ മനസ്സ് ശ്രദ്ധ കേന്ദ്രീകരിക്കരുത്. അങ്ങനെ ചെയ്താൽ കൂടുതൽ ബില്ലുകളെ ആകർഷിച്ച് വരുത്തുകയാവും ഫലം. ഈ ബില്ലുകളൊക്കെ ഇരിക്കെ തന്നെ സമ്പൽ സമൃദ്ധിയിൽ മനസ്സു കേന്ദ്രീകരിക്കാൻ കഴിയുന്ന ഒരു വഴി നിങ്ങൾ തന്നെ കണ്ടെത്തണം. കൂടുതൽ കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുത്താനായി നിങ്ങൾ സുഖാനുഭൂതി അനുഭവിക്കാനുള്ള വഴി കണ്ടെത്തണം. ജെയിംസ് റേ. പലരും പലപ്പോഴും എന്നോട് പറയാറുണ്ട്, അടുത്ത വർഷം എൻ്റെ വരുമാനം ഇരട്ടിയാക്കണം എന്ന്. പക്ഷേ പിന്നീടവർ ആ ആഗ്രഹം സാധ്യമാക്കാൻ വേണ്ട പ്രവൃത്തികൾ ചെയ്യുന്നില്ല. പിന്നെ അവർ നേരെ പിന്തിരിയും. എന്നിട്ട് പറയും, അതൊന്നും എനിക്ക് വഹിക്കാൻ കഴിയുന്നതല്ല. സംഭവിക്കുന്നത് എന്തായിരിക്കും? താങ്കളുടെ ആഗ്രഹം എനിക്കുള്ള കൽപ്പനയാണ് എന്നത് തന്നെ. എനിക്ക് അത് സാധിക്കില്ല എന്ന വാക്കുകൾ നിങ്ങളുടെ നാവിൽ നിന്ന് വീണിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അത് മാറ്റുവാനുള്ള ശക്തി നിങ്ങൾക്കുണ്ട്. ആ ചിന്ത മാറ്റി പകരം എനിക്കത് സാധിക്കും, ഞാൻ അത് വാങ്ങും എന്ന ചിന്ത കൊണ്ടുവരിക. തത്തയെപ്പോലെ അത് വീണ്ടും വീണ്ടും പറയുക. അടുത്ത 30 ദിവസത്തേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്ത് കണ്ടാലും എനിക്കത് വാങ്ങാൻ കഴിയും, ഞാനത് സ്വന്തമാക്കും എന്ന് സ്വയം പറയുമെന്ന് നിങ്ങൾ തീരുമാനിക്കണം. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വസ്ത്രങ്ങൾ കണ്ടാൽ, ഒരു വിനോദയാത്രയെക്കുറിച്ച് ആലോചിച്ചാൽ എനിക്കത് സാധിക്കുമെന്ന് പറയുക. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങൾ സ്വയം ദിശ മാറ്റുകയാണ്. പണത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ചിന്തകൾ കുറെ കൂടി സുഖമുള്ളവയാകും. നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നേടാൻ നിങ്ങൾക്ക് കഴിയുമെന്ന് നിങ്ങൾ സ്വയം ബോധ്യപ്പെടുത്തും. അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിന്റെ ചിത്രം തന്നെ മാറും. ലിസ നിക്കോൾസ്. നിങ്ങൾ ഇല്ലായ്മയിലും ദാരിദ്ര്യത്തിലും മനസ്സ് കേന്ദ്രീകരിക്കുകയും കുടുംബത്തിൽ അതിനെ ചൊല്ലി ക്ഷോഭിക്കുകയും സുഹൃത്തുക്കളോട് ഇത് ചർച്ച ചെയ്യുകയും ചെയ്താൽ, മക്കളോട് നമുക്കത്രയൊന്നും കഴിവില്ല, അതൊന്നും നമുക്ക് വാങ്ങാൻ സാധിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ഒരിക്കലും നിങ്ങൾക്കവ സ്വന്തമാക്കാൻ കഴിയില്ല. കാരണം നിങ്ങൾ ഇല്ലായ്മയുടെ അവസ്ഥയെയാണ് ആകർഷിക്കുന്നത്.
നിങ്ങൾക്ക് സമൃദ്ധി വേണമെങ്കിൽ, ഐശ്വര്യം വേണമെങ്കിൽ, സമൃദ്ധിയിലും ഐശ്വര്യത്തിലും മനസ്സ് കേന്ദ്രീകരിക്കുക. ദൃശ്യമായിട്ടുള്ള സമ്പത്തെല്ലാം ഏത് അലൗകിക പദാർത്ഥത്തിൽ നിന്ന് വരുന്നുവോ അത് ഒരിക്കലും ശൂന്യമാകുന്നില്ല. അത് എപ്പോഴും നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങൾക്കതിലുള്ള വിശ്വാസത്തോടും അതിൽ നിന്ന് നിങ്ങൾ ആവശ്യപ്പെടുന്നതിനോടും അത് പ്രതികരിക്കും. ഇപ്പോൾ രഹസ്യം നിങ്ങൾ അറിഞ്ഞു. ഇനി വളരെ ധനികനായ ഒരാളെ കണ്ടാൽ നിങ്ങൾക്കറിയാം അയാളുടെ മനസ്സിലെ പ്രബലമായ ചിന്ത സമ്പത്തിനെക്കുറിച്ചായിരിക്കും, ദാരിദ്ര്യത്തെക്കുറിച്ചല്ല. അയാൾ ബോധപൂർവമോ അല്ലാതെയോ സമ്പത്തിനെ അയാളിലേക്ക് വിളിച്ചടുപ്പിക്കുകയായിരുന്നു. അത്തരക്കാർ മനസ്സിനെ സമ്പത്തിനെക്കുറിച്ചുള്ള ചിന്തകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. പ്രപഞ്ചം സമ്പത്ത് അവരിലെത്തിക്കാനായി വ്യക്തികളെയും സാഹചര്യങ്ങളെയും സംഭവങ്ങളെയും ചലിപ്പിച്ചു. അവർക്കുള്ള സമ്പത്ത് നിങ്ങൾക്കുമുണ്ട്. നിങ്ങളും അവരും തമ്മിലുള്ള ഒരേ ഒരു വ്യത്യാസം അവരുടെ മനസ്സിലെ ചിന്തകൾ സമ്പത്തിനെ അവരിലേക്ക് കൊണ്ടുവരുവാനുള്ള ചിന്തകളായിരുന്നു. നിങ്ങളുടെ സമ്പത്ത് അദൃശ്യമായി നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അതിനെ പ്രത്യക്ഷമാക്കുവാൻ മനസ്സിൽ സമ്പത്ത് എന്ന ചിന്ത നിറയണം. ഡേവിഡ് ഷിർമർ. ഈ രഹസ്യം ഞാൻ ആദ്യം മനസ്സിലാക്കുന്ന സമയത്ത് എനിക്ക് തപാലിൽ ഒരുപാട് ബില്ലുകൾ വരാറുണ്ടായിരുന്നു. ഇതൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യും എന്ന് ഞാൻ ആലോചിച്ചിരുന്നു. ആകർഷണ തത്വമനുസരിച്ച് നിങ്ങൾ എന്തിൽ മനസ്സ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുവോ അത് നിങ്ങൾക്ക് കിട്ടും. എനിക്ക് ഒരു ബാങ്ക് സ്റ്റേറ്റ്മെൻ്റാണ് കിട്ടിയത്. അതിലെ തുക മായ്ച്ചു കളഞ്ഞ് മറ്റൊരു തുക ഞാൻ അവിടെ എഴുതി ചേർത്തു. ബാങ്കിൽ എത്ര തുക കാണണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നുവോ ആ തുകയാണ് ഞാൻ എഴുതി വെച്ചത്. തപാലിൽ ചെക്കുകൾ വരുന്നതായി മനസ്സിൽ കണ്ടാൽ എന്താകും എന്ന് ഞാൻ ആലോചിച്ചു. തപാലിൽ ഒരു കെട്ട് ചെക്കുകൾ എനിക്ക് കിട്ടിയതായി ഞാൻ മനസ്സിൽ കണ്ടു. ഒരൊറ്റ മാസത്തിനുള്ളിൽ കാര്യങ്ങളാകെ മാറി. അത്ഭുതം തന്നെയാണത്. ഇപ്പോൾ തപാലിൽ ചെക്കുകൾ ആണ് എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇടയ്ക്ക് ചില ബില്ലുകളും ഉണ്ടാകും. പക്ഷേ അതിനേക്കാൾ എത്രയോ അധികമാണ് കിട്ടുന്ന ചെക്കുകൾ. രഹസ്യം ചലച്ചിത്രം റിലീസ് ചെയ്ത ശേഷം ഞങ്ങൾക്ക് 100 കണക്കിന് കത്തുകൾ കിട്ടാറുണ്ട്. അവയിൽ പലതിലും പറയുന്നത് ഈ ചിത്രം കണ്ടതിനു ശേഷം അപ്രതീക്ഷിതമായി തപാലിൽ ചെക്കുകൾ കിട്ടിയ അനുഭവങ്ങളാണ്. അങ്ങനെ സംഭവിക്കാൻ കാരണം അവരെല്ലാം ഡേവിഡിന്റെ ഈ സംഭവകഥയിൽ മനസ്സ് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയായിരുന്നു. അത് അവർക്ക് ചെക്കുകൾ വന്നുചേരാൻ കാരണമായി. മുന്നിൽ കുമിഞ്ഞുകൂടുന്ന ബില്ലുകളിൽ നിന്ന് എന്റെ ചിന്തകളെ മാറ്റുവാനായി ഞാനൊരു രസകരമായ കളിയുണ്ടാക്കി. ഈ ബില്ലുകളെല്ലാം യഥാർത്ഥത്തിൽ ചെക്കുകളാണ് എന്ന് ഞാൻ ഭാവിക്കും. അവ തുറന്നു നോക്കി സന്തോഷം കൊണ്ട് തുള്ളിച്ചാടും. അമ്മേ, എനിക്കിതാ പണം കിട്ടി, നന്ദി എന്നുറക്കെ വിളിച്ചു പറയും. ഓരോ ബില്ലും കയ്യിലെടുത്ത് അത് ചെക്കാണെന്ന് ഞാൻ സങ്കല്പിക്കും. അതിലെ തുകയിൽ കുറെ പൂജ്യങ്ങൾ കൂടി ചേർത്ത് കൂടുതൽ വലിയ തുകയാക്കും. ഒരു ചെറിയ കുറിപ്പ് പുസ്തകമെടുത്ത് പേജിന്റെ ഏറ്റവും മുകളിൽ എനിക്ക് കിട്ടിയിരിക്കുന്നു എന്ന് എഴുതി വയ്ക്കും. അതിനു താഴെ ബില്ലുകൾ ഓരോന്നായി എടുത്ത് അതിലെ സംഖ്യകൾ കൂട്ടിച്ചേർത്ത പൂജ്യങ്ങൾ സഹിതം ഒരു പട്ടികയായി എഴുതി വയ്ക്കും. ഓരോ സംഖ്യയുടെയും നേരെ നന്ദി എന്ന് എഴുതി വയ്ക്കും. ആ തുകകൾ കിട്ടിയതിനുള്ള കൃതജ്ഞതയുടെ വികാരം മനസ്സിൽ അനുഭവിപ്പിക്കും. അപ്പോൾ എൻ്റെ കണ്ണിൽ കണ്ണീർ പൊടിഞ്ഞിരുന്നു. പിന്നെ ഓരോ ബില്ലും എടുക്കും. എനിക്കു കിട്ടിയ തുകകളുമായി താരതമ്യം ചെയ്യുമ്പോൾ അതെല്ലാം വളരെ നിസ്സാര സംഖ്യകളാണ്. ആ ബില്ലുകളെല്ലാം ഞാൻ കൃതജ്ഞതയോടെ കൊടുത്തു തീർക്കും. അത് ഒരു ചെക്കാണ് എന്ന വികാരം ശരിക്കും മനസ്സിൽ ഉണ്ടായിക്കഴിഞ്ഞാലേ ഞാൻ ബില്ലുകൾ തുറന്നു നോക്കാറുള്ളൂ. അവ ചെക്കുകളാണെന്ന് സ്വയം ബോധ്യപ്പെടുത്താതെ ഞാൻ അവ തുറന്നാൽ എൻ്റെ വയറ്റിൽ എന്തോ ഒരു കലങ്ങിമറിച്ചിൽ ഉണ്ടായതുപോലെ തോന്നും. എനിക്കറിയാം, എൻ്റെ വയറ്റിൽ ആ കലങ്ങിമറിച്ചിൽ ഉണ്ടായാൽ അത് അതിശക്തമായി കൂടുതൽ ബില്ലുകൾ കൊണ്ടുവരും. കൂടുതൽ പണം എൻ്റെ ജീവിതത്തിലേക്ക് വരണമെങ്കിൽ ആ വികാരം മായ്ച്ചു കളഞ്ഞ് ആഹ്ലാദത്തിൻ്റെ വികാരം പകരം കൊണ്ടുവരണം എന്ന് എനിക്കറിയാം. ഒരു കുന്നു ബില്ലുകൾക്ക് മുന്നിൽ ഈ കളി ശരിക്കും വിജയിച്ചു. എൻ്റെ ജീവിതം തന്നെ മാറി. ഇതുപോലെ പല കളികളിലും നിങ്ങൾക്ക് സൃഷ്ടിക്കാം. നിങ്ങൾ ശരിക്കും ഫലം ചെയ്യുന്നത് എന്താണെന്ന് നിങ്ങളുടെ ഉള്ളിലുണ്ടാവുന്ന തോന്നലിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. നിങ്ങൾ അത് കൃത്രിമമായി ഭാവിക്കുമ്പോൾ യഥാർത്ഥ ഫലം അതിവേഗം നിങ്ങൾക്ക് കിട്ടും. പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്. വിജയിക്കണം, വിജയിക്കണം, പണം വേണം, പണം വേണം എന്നൊക്കെ വെറുതെ അഫർമേഷൻ നടത്തിയാൽ മാത്രം മതി, എല്ലാം താനെ വന്നു ചേരുമെന്നാണ്. റോണ്ട ബേൺ എഴുതിയ ദ സീക്രട്ട് എന്ന പുസ്തകത്തിൽ പറയുന്നത് വിജയത്തിലേക്കുള്ള ആദ്യ പാഠങ്ങൾ മാത്രമാണ്. വെറുതെ അഫർമേഷൻ നടത്തിയതുകൊണ്ട് മാത്രം ആരും ജീവിതത്തിൽ വിജയിച്ചിട്ടില്ല. അതിന് ചില സംഗതികൾ ഒക്കെ ഒത്തുവരണം. അവ എന്തൊക്കെയാണ് എന്നതാണ് ഇനി പരിശോധിക്കുന്നത്. ജീവിത ലക്ഷ്യങ്ങൾ തീരുമാനിക്കുക. തനിക്ക് ജീവിതത്തിൽ ഒരേയൊരു ലക്ഷ്യമേയുള്ളൂ എന്ന് പറയുന്ന പലരെയും നമുക്ക് കാണാനാകും. എന്നാൽ അവരിൽ ചിലർക്കെങ്കിലുമുള്ള ജീവിത ലക്ഷ്യം പ്രതിലോമകരമായിരിക്കും.
മറ്റാരുടെയെങ്കിലും നാശമായിരിക്കും അവർ ജീവിത ലക്ഷ്യമായി കാണുന്നത്. വിധ്വംസക പ്രവർത്തനങ്ങളുമായി കഴിയുന്നവരും ലക്ഷ്യം വയ്ക്കുന്നത് നാശത്തെയാണല്ലോ. ജീവിത ലക്ഷ്യങ്ങൾ പോസിറ്റീവായിരിക്കണം. അത് ചാരുത നിറഞ്ഞതായിരിക്കണം. ലക്ഷ്യപൂർത്തീകരണത്തോടെ തനിക്കും സമൂഹത്തിനും സംതൃപ്തി ലഭിക്കണം. സഹജീവികൾക്ക് ഗുണഫലങ്ങൾ ലഭ്യമാകണം. അല്ലാത്തതൊന്നും ലക്ഷ്യമല്ല, ലക്ഷ്യപൂർത്തീകരണവുമല്ല. ആദ്യം വേണ്ടത് തൻ്റെ ജീവിത ലക്ഷ്യം എന്താണെന്ന് തീരുമാനിക്കുകയാണ്. ഒരു ലക്ഷ്യത്തിൻ്റെ പൂർത്തീകരണത്തെ മറ്റൊരു ലക്ഷ്യത്തിൻ്റെ മാർഗമായി കാണുന്നതായിരിക്കും നല്ലത്. അല്ലാതെ ഒരേ ഒരു ലക്ഷ്യമല്ല കാണേണ്ടത്. സമ്പൂർണ്ണ ജീവിത വിജയമെന്ന ലക്ഷ്യമാണ് വേണ്ടത്. ജീവിത ലക്ഷ്യങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ തങ്ങളുടെ ലക്ഷ്യങ്ങൾ എങ്ങനെയായിരിക്കണം പൂർത്തീകരിക്കേണ്ടത് എന്ന് ആലോചിക്കണം. അതിനുശേഷം ലക്ഷ്യപൂർത്തീകരണത്തിനു വേണ്ടി ഏതു മാർഗങ്ങളാണ് അവലംബിക്കേണ്ടത് എന്ന് തിരിച്ചറിയണം. പിന്നീട് ആ മാർഗങ്ങളിലൂടെ യാത്ര ആരംഭിക്കണം. ഈ യാത്രക്കിടയിൽ പ്രതിബന്ധങ്ങളും പ്രയാസങ്ങളും വന്നെത്തുന്നത് സ്വാഭാവികം. ബന്ധങ്ങൾക്കുള്ള സീക്രട്ട്: പുതിയ ബന്ധങ്ങൾ ആകർഷിക്കാനും നിലവിലെ ബന്ധങ്ങൾ ശക്തിപ്പെടുത്താനും നിലനിർത്താനും ആകർഷണ നിയമങ്ങൾ എങ്ങനെ ഉപയോഗിക്കാമെന്നാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. ബന്ധങ്ങളില്ലാത്ത ജീവിതം ഒറ്റപ്പെട്ട തുരുത്തിൽ ആയതുപോലെയാണ്. ബന്ധങ്ങൾ നമ്മുടെ ജീവിതത്തെ കൂടുതൽ ആസ്വാദ്യകരമാക്കുന്നു. മേരി ഡയമണ്ട് സാർവദേശീയ പ്രശസ്തി നേടിയ ഒരു ഫെങ് ഷൂയി വിദഗ്ധയാണ് മേരി ഡയമണ്ട്. ചെറുപ്രായത്തിൽ ആർജിച്ച വിജ്ഞാനത്തെ പരിപോഷിപ്പിച്ചുകൊണ്ട് ഇവർ 20-ലേറെ വർഷങ്ങളായി ഈ രംഗത്ത് പ്രവർത്തിക്കുന്നു. ഹോളിവുഡിലെ പ്രശസ്ത താരങ്ങൾ, പ്രമുഖ സംവിധായകർ, നിർമ്മാതാക്കൾ, സംഗീതജ്ഞർ, പ്രശസ്തരായ എഴുത്തുകാർ തുടങ്ങിയവർ ഇവരുടെ ഉപദേശങ്ങൾ പിന്തുടരുന്നു. അതിപ്രശസ്തരായ പലരെയും അവരുടെ ജീവിതത്തിലെ വൻ വിജയങ്ങൾ കൈവരിക്കാൻ ഇവർ സഹായിച്ചിട്ടുണ്ട്. വ്യക്തിഗത സാഹചര്യങ്ങൾക്ക് അനുസൃതമായി ആകർഷണ നിയമത്തെ ഇണക്കിച്ചേർക്കുന്ന വിധത്തിൽ ഡയമണ്ട് ഫെങ് ഷൂയി, ഡയമണ്ട് ഡൗസിംഗ്, ഇന്നർ ഡയമണ്ട് ഫെങ് ഷൂയി തുടങ്ങിയ സമ്പ്രദായങ്ങൾ ഇവർ ആവിഷ്കരിച്ചു. തൻ്റെ അനുഭവങ്ങളിലൂടെ അവർ നമുക്ക് പകർന്നു നൽകുന്ന മാന്ത്രിക വിദ്യകൾ എന്തൊക്കെയെന്ന് നോക്കാം. ബന്ധങ്ങൾക്കുള്ള രഹസ്യം: നമ്മുടെ പ്രപഞ്ചം സൃഷ്ടിക്കുന്നത് നമ്മൾ തന്നെയാണ്. ബന്ധങ്ങൾക്കുള്ള രഹസ്യത്തെപ്പറ്റി ഫെങ് ഷൂയി ഉപദേഷ്ടാവും അധ്യാപികയും പ്രഭാഷകയും ആയിട്ടുള്ള മേരി ഡയമണ്ട് പറയുന്നത് നോക്കൂ. നമ്മുടെ പ്രപഞ്ചം സൃഷ്ടിക്കുന്നത് നമ്മൾ തന്നെയാണ്. സൃഷ്ടിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ഓരോ അഭിലാഷവും നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാകുമെന്നാണ് രഹസ്യത്തിന്റെ സാരം. അതിനാൽ നമ്മുടെ അഭിലാഷങ്ങൾ, ചിന്തകൾ, വികാരങ്ങൾ എല്ലാം വളരെ പ്രധാനമാണ്. കാരണം അവയെല്ലാം സാക്ഷാത്കരിക്കപ്പെടും. ഒരിക്കൽ ഞാൻ ഒരു കലാസംവിധായകൻ കൂടിയായ ഒരു പ്രശസ്ത ചലച്ചിത്ര നിർമ്മാതാവിന്റെ വീട് സന്ദർശിക്കുകയുണ്ടായി. ആ വീടിന്റെ എല്ലാ മൂലയിലും നേർത്ത തുണി കൊണ്ട് മറയ്ക്കപ്പെട്ട നഗ്നയായ ഒരു യുവതിയുടെ ചിത്രം കണ്ടു. ഞാൻ നിങ്ങളെ കാണുന്നില്ല എന്ന മട്ടിൽ മുഖം തിരിച്ചു നിൽക്കുന്ന പോലുള്ള ചിത്രങ്ങൾ. താങ്കൾക്ക് പ്രണയത്തിന്റെ ചില പ്രശ്നങ്ങളുണ്ടെന്ന് തോന്നുന്നു എന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് അതീന്ദ്രിയ ജ്ഞാനമുണ്ടോ? ഞാൻ പറഞ്ഞു, ഇല്ല. പക്ഷെ നോക്കൂ, 7 സ്ഥലങ്ങളിൽ ഒരേ സ്ത്രീയുടെ ചിത്രമാണ്. അദ്ദേഹം പറഞ്ഞു, ഇത്തരം ചിത്രങ്ങൾ എനിക്കിഷ്ടമാണ്. ഇതെല്ലാം ഞാൻ തന്നെ വരച്ചതാണ്. ഞാൻ പറഞ്ഞു, അതാണ് ഏറെ കുഴപ്പം. താങ്കൾ താങ്കളുടെ സർഗവൈഭവം മുഴുവനും അതിലേക്ക് പകർന്നിരിക്കുകയാണ്. അദ്ദേഹം അതിസുന്ദരനായിരുന്നു. ഒരു സിനിമാ നിർമ്മാതാവായതിനാൽ അതിസുന്ദരിയായ നടിമാർ അദ്ദേഹത്തിന് ചുറ്റുമുണ്ടായിട്ടും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പ്രണയബന്ധങ്ങൾ ഒന്നും തന്നെയില്ല. ഞാൻ ചോദിച്ചു, താങ്കൾ എന്താണ് ശരിക്കും ആഗ്രഹിക്കുന്നത്? ആഴ്ചയിൽ 3 സ്ത്രീകളുമായി ഡേറ്റിംഗ്, അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ പറഞ്ഞു, ശരി, അത് വരയ്ക്കൂ. താങ്കൾ 3 സ്ത്രീകളോടൊപ്പമുള്ള ചിത്രങ്ങൾ വരച്ച് സ്വീകരണ മുറിയുടെ എല്ലാ മൂലയിലും സ്ഥാപിക്കൂ. 6 മാസം കഴിഞ്ഞ് വീണ്ടും അദ്ദേഹത്തെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, എങ്ങനെയുണ്ട് താങ്കളുടെ പ്രണയ ജീവിതം? അദ്ദേഹത്തിന്റെ മറുപടി, ഗംഭീരം. പല സ്ത്രീകളും എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നു ഡേറ്റിംഗിന് വേണ്ടി എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. ഞാൻ പറഞ്ഞു, അങ്ങനെ വരും, കാരണം താങ്കളുടെ അഭിലാഷം അതാണ്. അദ്ദേഹം പറഞ്ഞു, എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു. വളരെ വർഷങ്ങളായി എനിക്ക് ഡേറ്റിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ആഴ്ചയിൽ 3 ഡേറ്റാണ്. സ്ത്രീകൾ എനിക്ക് വേണ്ടി മത്സരിക്കുകയാണ്. അത് നന്നായി എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് സ്ഥായിയായ ഒരു ബന്ധം വേണം. വിവാഹം കഴിക്കണം. ദൃഢമായ പ്രണയമാണ് എനിക്ക് വേണ്ടത്. ഞാൻ പറഞ്ഞു, അങ്ങനെയെങ്കിൽ ആ ചിത്രം വരയ്ക്കൂ. മനോഹരമായ ഒരു പ്രണയബന്ധത്തിന്റെ ചിത്രം അദ്ദേഹം വരച്ചു. 1 വർഷം കഴിഞ്ഞ് അദ്ദേഹം വിവാഹിതനായി. ഇപ്പോൾ സന്തുഷ്ടമായ ദാമ്പത്യ ജീവിതം നയിക്കുന്നു. അദ്ദേഹം ഒരു പുതിയ മോഹം പ്രസരിപ്പിച്ചു. അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. വർഷങ്ങളോളം സഫലീകരിക്കാത്ത ആഗ്രഹം അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്നു. അത് സാക്ഷാത്കരിച്ചില്ല. അദ്ദേഹത്തിന്റെ ബാഹ്യമായ തലം, അദ്ദേഹത്തിന്റെ വീട് എപ്പോഴും മനസ്സിലെ ആഗ്രഹങ്ങൾക്ക് ഘടകവിരുദ്ധമായിരുന്നു. ഈ അറിവ് ഉൾക്കൊള്ളാൻ കഴിഞ്ഞാൽ നിങ്ങൾക്കും അത് എളുപ്പത്തിൽ പ്രയോജനപ്പെടുത്തി തുടങ്ങാം.
രഹസ്യത്തിന്റെ വിജ്ഞാനം തന്നെയാണ് ഫെങ്ഷുയും പ്രതിഫലിപ്പിക്കുന്നത് എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് മേരി ഡയമണ്ടിന്റെ കക്ഷിയുടെ അനുഭവകഥ. നമ്മുടെ ചിന്തകളെ പ്രയോഗത്തിൽ കൊണ്ടുവരുമ്പോൾ അത് എത്ര ശക്തമായി സൃഷ്ടി നടത്തുന്നു എന്ന് ഈ കഥ വ്യക്തമാക്കുന്നു. ചിന്തയുടെ തുടർച്ചയായിരിക്കണം പ്രവൃത്തി. ചിന്തകളാണ് നമ്മുടെ വാക്കുകൾക്കും വികാരങ്ങൾക്കും പ്രവൃത്തികൾക്കും ജന്മം നൽകുന്നത്. പ്രവൃത്തികൾക്ക് സവിശേഷ ശക്തിയുണ്ട്. നമ്മെക്കൊണ്ട് പ്രവൃത്തി ചെയ്യിപ്പിക്കുന്ന ചിന്തകൾ തന്നെയാണവ. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉള്ള ചിന്ത എന്താണെന്ന് ഒരുപക്ഷെ നാം അറിയില്ല. എന്നാൽ നമ്മുടെ പ്രവൃത്തികൾ ശ്രദ്ധയോടെ നിരീക്ഷിച്ചാൽ നമ്മുടെ ചിന്തകൾ എന്തായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ ചലച്ചിത്ര നിർമ്മാതാവിന്റെ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ ഉള്ളിലെ ചിന്തകളാണ് അദ്ദേഹത്തിന്റെ പ്രവൃത്തിയിലും ചുറ്റുപാടുകളിലും പ്രതിഫലിച്ചത്. അദ്ദേഹത്തിൽ നിന്ന് മുഖം തിരിച്ചു നിൽക്കുന്ന കുറെ സ്ത്രീകളെയാണ് അദ്ദേഹം വരച്ചത്. അദ്ദേഹത്തിന്റെ ഉള്ളിലെ ചിന്ത എന്തായിരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? ധാരാളം സ്ത്രീകളുമായി ഡേറ്റിംഗ് ആഗ്രഹിക്കുന്നു എന്ന് അദ്ദേഹം പറയുമ്പോഴും അദ്ദേഹത്തിന്റെ ഉള്ളിലെ ചിന്തകൾ ചിത്രങ്ങളിൽ പ്രതിഫലിപ്പിച്ചത് അതല്ല. ബോധപൂർവം പ്രവൃത്തികളിൽ മാറ്റം വരുത്തിക്കൊണ്ട് ചിന്തകൾ അദ്ദേഹത്തെ കൊണ്ട് താൻ യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിപ്പിച്ചു. ഒരു ചെറിയ വ്യതിയാനത്തിലൂടെ അദ്ദേഹത്തിന്റെ സ്വന്തം ജീവിതത്തിന്റെ ചിത്രം രചിക്കാനും അതിനെ ആകർഷണ നിയമം മുഖേന യാഥാർത്ഥ്യത്തിൽ കൊണ്ടുവരുവാനും കഴിഞ്ഞു. എന്തിനെയെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രവൃത്തികൾ നിങ്ങളുടെ അഭിലാഷങ്ങൾക്ക് വിരുദ്ധമാകുന്നില്ല എന്ന് ഉറപ്പാക്കണം. ഇതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണങ്ങളിലൊന്ന് രഹസ്യത്തിൽ ഭാഗഭാക്കായ ആചാര്യന്മാരിൽ ഒരാളായ മൈക്ക് ഡൂളി വിവരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ലിവറേജിംഗ് ദി യൂണിവേഴ്സിറ്റി ആൻഡ് എൻകറേജിംഗ് മാജിക് എന്ന ഓഡിയോ പാഠ്യപദ്ധതിയിലാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഉത്കൃഷ്ടനായ ഒരു ജീവിത പങ്കാളിയെ തന്റെ ജീവിതത്തിലേക്ക് ആകർഷിക്കണമെന്ന് ആഗ്രഹിച്ച ഒരു സ്ത്രീയുടെ കഥയാണത്. അവരെല്ലാം ശരിയായി തന്നെയാണ് ചെയ്തത്. അത് എങ്ങനെയുള്ള ആളായിരിക്കണമെന്നതിനെക്കുറിച്ച് മനസ്സിൽ തികഞ്ഞ വ്യക്തത വരുത്തി. അയാൾക്കുണ്ടായിരിക്കേണ്ട ഗുണങ്ങളുടെ പട്ടിക തയ്യാറാക്കി. സ്വന്തം ഉൾക്കാഴ്ചയിൽ ആ വ്യക്തിയെ കാണുകയും ചെയ്തു. ഇത്രയൊക്കെ ആയിട്ടും അയാൾ വന്നില്ല. ഒരു ദിവസം അവർ വീട്ടിൽ തിരിച്ചെത്തി. ഗ്യാരേജിൽ മധ്യഭാഗത്തായി കാർ പാർക്ക് ചെയ്യുകയായിരുന്നു. പെട്ടെന്ന് ഒരു ഞെട്ടലോടെ അവർ തിരിച്ചറിഞ്ഞു തന്റെ പ്രവൃത്തികൾ തന്റെ ആഗ്രഹങ്ങൾക്ക് വിരുദ്ധമാകുന്നുണ്ട് എന്ന്. തന്റെ കാർ ഗ്യാരേജിൽ ഒത്ത നടുവിൽ നിർത്തിയാൽ തന്റെ ഉത്തമനായ ജീവിത പങ്കാളിയുടെ കാർ നിർത്താൻ സ്ഥലമുണ്ടാവില്ല. അങ്ങനെയൊരാൾ വന്നു ചേരുമെന്ന് അവർക്ക് ഉള്ളിൽ വിശ്വാസമില്ല എന്ന് പ്രപഞ്ചത്തോട് വിളിച്ചറിയിക്കുന്ന ഫലമാണ് ഈ പ്രവൃത്തി കൊണ്ടുണ്ടായത്. അവർ ഉടൻ തന്നെ ഗ്യാരേജ് വൃത്തിയാക്കി. തന്റെ ഉത്തമ ജീവിത പങ്കാളിയുടെ കാർ കൂടി നിർത്താൻ സൗകര്യമുണ്ടാകും വിധത്തിൽ സ്വന്തം കാർ ഒരു വശത്ത് ചേർത്ത് പാർക്ക് ചെയ്തു. തന്റെ മുറിയിൽ സ്വന്തം വസ്ത്രങ്ങൾ കുത്തിനിറച്ചു വച്ചിരുന്ന അലമാരയിൽ വസ്ത്രങ്ങൾ ഒതുക്കി വെച്ച് പങ്കാളിയുടെ വസ്ത്രങ്ങൾ വയ്ക്കാൻ സ്ഥലമുണ്ടാക്കി. കട്ടിലിൽ മധ്യഭാഗത്ത് കിടക്കുന്ന ശീലം മാറ്റി. പങ്കാളിക്ക് കൂടി കിടക്കാൻ കഴിയും വിധത്തിൽ തന്റെ ഭാഗത്ത് കിടക്കാൻ തുടങ്ങി. ഒരു ഡിന്നർ സൽക്കാര വേളയിലാണ് ആ സ്ത്രീ മൈക്ക് ഡൂളിയോട് ഈ കഥ പറഞ്ഞത്. അപ്പോൾ അവരുടെ സമീപത്ത് അവരുടെ സങ്കല്പത്തിലെ ജീവിത പങ്കാളിയും ഉണ്ടായിരുന്നു. തന്റെ ജീവിത പങ്കാളി എത്തിച്ചേർന്നു എന്ന മട്ടിൽ ഉറച്ച വിശ്വാസത്തോടെയുള്ള പ്രവൃത്തികൾ അവർ ചെയ്യാൻ തുടങ്ങി. അധികം താമസിയാതെ അവർ സ്വപ്നം കണ്ട ആ വ്യക്തി അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. ഇപ്പോൾ അവർ സന്തുഷ്ടമായ കുടുംബജീവിതം നയിക്കുന്നു. ശരിക്കും ഉള്ളതുപോലെ ഭാവിക്കുന്നതിന്റെ മറ്റൊരു ഉദാഹരണം രഹസ്യം ചലച്ചിത്രത്തിന്റെ പ്രൊഡക്ഷൻ മാനേജർ കൂടിയായ എന്റെ സഹോദരി ഗ്ലെൻഡയുടെ കഥയാണ്. അവൾ ആസ്ട്രേലിയയിലായിരുന്നു. അവൾക്ക് അമേരിക്കയിൽ വരണമെന്നും എന്നോടൊപ്പം അമേരിക്കയിലെ ഓഫീസിൽ ജോലി ചെയ്യണമെന്നുമായിരുന്നു ആഗ്രഹം. അവൾക്ക് രഹസ്യം നന്നായി അറിയാമായിരുന്നു. അതിനാൽ അവൾ തന്റെ ആഗ്രഹം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി ചെയ്യേണ്ടതെല്ലാം ചെയ്തു. പക്ഷേ മാസങ്ങൾ കഴിഞ്ഞിട്ടും അവൾക്ക് ആസ്ട്രേലിയയിൽ നിന്ന് പോകാൻ കഴിഞ്ഞില്ല. ഗ്ലെൻഡ തന്റെ പ്രവൃത്തികൾ ഒന്നുകൂടി നിരീക്ഷിച്ചു. താൻ ആഗ്രഹിച്ച കാര്യങ്ങൾ തനിക്ക് ശരിക്കും ലഭിച്ചു കഴിഞ്ഞതുപോലെയല്ല താൻ പ്രവർത്തിക്കുന്നത് എന്ന് അവൾ തിരിച്ചറിഞ്ഞു. അതോടെ അവൾ ചില ശക്തമായ നടപടികൾ കൈക്കൊണ്ടു. അവൾ ഒരു ദീർഘയാത്രയ്ക്ക് പോകാൻ ഒരുങ്ങുന്ന രീതിയിൽ തന്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചു. പലവിധ അംഗത്വങ്ങൾ ഉണ്ടായിരുന്നത് ക്യാൻസൽ ചെയ്തു. ആവശ്യമില്ലാത്ത സാധനങ്ങൾ കൊടുത്തൊഴിവാക്കി. സ്യൂട്ട് കേസിൽ വസ്ത്രങ്ങൾ അടുക്കി വെച്ച് തയ്യാറായി. 4 ആഴ്ചയ്ക്കുള്ളിൽ ഗ്ലെൻഡ അമേരിക്കയിലെത്തി. എന്നോടൊപ്പം ഓഫീസിൽ ജോലി ചെയ്യാൻ തുടങ്ങി. നിങ്ങൾ ആവശ്യപ്പെട്ടതിനെ കുറിച്ച് ചിന്തിക്കുക. നിങ്ങളുടെ പ്രവൃത്തികൾ നിങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്നു എന്നും അവ നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്നതിന് വിരുദ്ധമല്ല എന്നും ഉറപ്പാക്കുക. അതെല്ലാം നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്ന പോലെ ഭാവിക്കുക. അതെല്ലാം നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തെല്ലാം ചെയ്യുമോ അതെല്ലാം ചെയ്യുക. ശക്തമായ ആ പ്രതീക്ഷയെ പ്രതിഫലിപ്പിക്കുന്ന പ്രവൃത്തികൾ ചെയ്യുക. നിങ്ങളുടെ ആഗ്രഹങ്ങളെ സഫലീകരിക്കാൻ, നിങ്ങളുടെ ആഗ്രഹങ്ങളെ സ്വീകരിക്കാൻ ഇടം കണ്ടെത്തുക. അങ്ങനെ ചെയ്യുന്നതിലൂടെ അതിശക്തമായ പ്രതീക്ഷയുടെ സിഗ്നലുകൾ നിങ്ങൾ പ്രസരിപ്പിക്കുവാൻ തുടങ്ങും. നമ്മുടെ മനസ്സിനെ റീപ്രോഗ്രാം ചെയ്യുന്നത് വഴിയായി കൂടുതൽ നല്ല ബന്ധങ്ങൾ ആകർഷിക്കുവാൻ നമുക്ക് സാധിക്കും. നമ്മെ ഭയപ്പെടുത്തുന്ന, നമ്മുടെ ആത്മവിശ്വാസം കെടുത്തുന്ന ചിന്തകളുടെ സ്ഥാനത്ത് നമ്മെക്കുറിച്ചുള്ള പോസിറ്റീവായ ചിന്തകൾ കൊണ്ടുവരിക. അവ ഉപബോധനങ്ങളായി നമ്മുടെ ഉപബോധ മനസ്സിലെത്തിക്കുക. ഇതിനുവേണ്ടി നാം സ്വയം ഉരുവിടേണ്ട ഉപബോധനം താഴെ പറയുന്നു.
ഞാൻ വളരെയധികം ആകർഷണ ശക്തിയുള്ള ഒരു വ്യക്തിയാണ്. വ്യക്തിബന്ധങ്ങൾ വളർത്തിയെടുക്കുവാൻ എനിക്ക് എളുപ്പത്തിൽ കഴിയും. എന്റെ രൂപത്തിൽ ഞാൻ സംതൃപ്തയാണ് അഥവാ സംതൃപ്തനാണ്. എനിക്ക് എന്നിൽ ആത്മവിശ്വാസമുണ്ട്. എതിർ ലിംഗത്തിൽപ്പെട്ടവരുമായി തന്മയത്വത്തോടുകൂടി ഇടപഴകുവാൻ എനിക്കാകും. ഞാൻ സുന്ദരിയാണ് അഥവാ സുന്ദരനാണ്. ഞാൻ സ്നേഹം നൽകുകയും സ്നേഹം സ്വീകരിക്കുകയും ചെയ്യും. കാരണം സ്നേഹിക്കപ്പെടുക എന്നുള്ളത് എന്റെ ജന്മാവകാശമാണ്. ഭാര്യാഭർത്തൃബന്ധം എങ്ങനെ കൂടുതൽ ഊഷ്മളമാക്കാം എന്ന് നമുക്ക് നോക്കാം. 21-ാം നൂറ്റാണ്ടിൽ ഓരോ വർഷം ചെല്ലുന്തോറും വിവാഹമോചന